നമസ്കാരം. 2023 നമ്മൾ ഈ സ്റ്റോറി ചാനലിൽ ചെയ്യുന്ന അവസാനത്തെ വീഡിയോ ആണ്. 2023 ഈ ചാനലിൽ ലവി ഗാരിസിന്റെ കഥയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നത്. ആ കഥ അവസാനിച്ചപ്പോഴാണ് നമ്മൾ ചക്കാനോന്റെ കഥ തുടങ്ങിയത്. ചക്കാനോന്റെ കഥ ഈ ഡിസംബറിൽ അവസാനിച്ചു. ഡിസംബർ 8 നമ്മുടെ ഈ മിസ്റ്ററി ഡോക്ടർ ഡസ്റ്റിൻ റൈസിന്റെ കഥ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എന്നോടൊപ്പം തുടർച്ചയായി കൂടെയുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അടിപൊളി 2024 ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. 2024 ഡസ്റ്റിൻ റൈസിന്റെ വർഷം കൂടിയാണ്. ഒരുപാട് രസകരമായ സംഘടനകളും സംഭവങ്ങളും കഥാപശ്ചാത്തലവും ഒക്കെ 2024 ഡസ്റ്റിൻ റൈസിന്റെ കഥയുമായി ബന്ധിപ്പിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ആ സംഭവങ്ങൾ കേൾക്കാനായി നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ കഥയിലേക്ക് കടക്കുന്നു. ഡസ്റ്റിൻ സിറ്റി ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഡാലിയ നിക്കോൾസന്റെ മുറിയിൽ ജെയിംസും ഫ്ലോറൻസും നിക്കോൾസൺ കുടുംബത്തിലെ മറ്റാളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ ശരിക്കും വല്ലാത്ത ദേഷ്യത്തിലും സങ്കടത്തിലും ഒക്കെയാണ്. ഫ്ലോറൻസിന് ആ കിടക്കെ കിടക്കുന്ന ഡാലിയെ കാണുന്തോറും സങ്കടങ്ങ് ഇരട്ടിച്ചു വരികയാണ്. ഡാലിയെ വല്ലാതെ ക്രൂരമായി ആരോ പരിക്കേൽപ്പിച്ചിരിക്കുകയാണ്. ഡാലിയുടെ പരിക്കുകൾ കാണുന്ന നിക്കോൾസൺ കുടുംബത്തിലെ എല്ലാവർക്കും ദേഷ്യം ഇങ്ങനെ പതഞ്ഞു പോവുകയാണ്. ജെയിംസ് ശരിക്കും ദേഷ്യത്തിൽ ഉറക്കെ പറയുകയാണ്, ആരായി ചെയ്തത്? ചേച്ചിയെ ഈ പരുവത്തിലാക്കി ആരെയും ഞാൻ വെറുതെ വിടത്തില്ല. അതെ അതെ, ആരാണെങ്കിലും നമ്മൾ വെറുതെ വിടത്തില്ല. അവരെ എന്റെ കൈ കിട്ടിയാൽ ഞാൻ വലിച്ചു കീറും. ഫ്ലോറൻസ് ശരിക്കും ദേഷ്യത്തിലാ പറയുന്നത്. ഫ്ലോറൻസിന്റെയും ജെയിംസിന്റെയും ദേഷ്യം അതുപോലെ തന്നെ നിക്കോൾസൺ കുടുംബത്തിലെ മുഴുവൻ ആളുകളും പ്രതിഫലിക്കുകയാണ്. ഡാലിയ അബോധാവസ്ഥയിൽ അങ്ങനെ കിടക്കുമ്പോൾ അത് കാണുന്ന ആരായാലും അങ്ങനെ പ്രതികരിച്ചു പോകും. അവരങ്ങനെ അതിശക്തമായി ഡാലിയെ ആക്രമിച്ച ആളെ നേരിടുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വാതിൽക്കൽ ഡസ്റ്റിൻ എത്തിയത്. ഡസ്റ്റിനെ കണ്ടതും ആ ദേഷ്യത്തിനിടയിലും ഫ്ലോറൻസ് ഡസ്റ്റിനോട് ചോദിച്ചു പോണ്, നീ എന്താ വന്നേ? ഞാൻ ഡാലിക്ക് അപകടം പറ്റിയ കാര്യം അറിഞ്ഞു വന്നതാണ്. ഡസ്റ്റിൻ അങ്ങനെ പറഞ്ഞതും ജെയിംസ് ഡസ്റ്റിനോട് ചോദിച്ചു, ഡസ്റ്റിൻ നിനക്കറിയാമോ ആരാണ് ഡാലിയെ അപകടപ്പെടുത്തിയെന്ന്? ആ എനിക്കറിയാം. ഡസ്റ്റിൻ ആരാ അപകടപ്പെടുത്തിയത്? ആ ആളെ കിട്ടിയ ഞാൻ ഇപ്പൊ കൊല്ലും. അപകടപ്പെടുത്തിയത് ഒരു ടിന ഹമറാണ്. ടിന ഹമറോ? ആരാ അവള്? ജെയിംസ് നിനക്ക് അറിയാം ആളെ. നമ്മുടെ സ്വിൻഡനിലെ ഏറ്റവും വലിയ പണക്കാരനാണല്ലോ എഡ്വിൻ ഹമർ. ആ എഡ്വിൻ ഹമറുടെ മകളാണ് ടിന ഹമർ. ഡസ്റ്റിൻ ശരിക്കും കൂളായിട്ടാണ് ആ വാചകം പറഞ്ഞത്. ഡസ്റ്റിൻ ആ വാചകം പറഞ്ഞു നിർത്തിയതും ആവേശത്തോടെ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ടുന്ന ആ നിക്കോൾസൺ കുടുംബത്തിലെ മുഴുവൻ ആളുകളും പെട്ടെന്ന് ശാന്തമായി. കാറ്റുപോയ ബലൂണ് പോലെയായി ഫ്ലോറൻസിന്റെ അവസ്ഥ. എഡ്വിൻ ഹമറുടെ മകളാണോ ഡാലിയെ അപകടപ്പെടുത്തിയത്? എഡ്വിൻ ഹമറുടെ മകളാണ് ഡാലിയെ അപകടപ്പെടുത്തിയെന്ന് കേട്ടതും ആ ടീം വല്ലാതങ്ങ് നിശബ്ദരാവുകയാണ്. അവർക്ക് തൊടാൻ കഴിയുന്ന കക്ഷികളല്ല ഹമർ കുടുംബത്തിലെ ആളുകൾ. ആ കാര്യം ഫ്ലോറൻസിനും അവിടെ നിൽക്കുന്ന സകലർക്കും അറിയാം. അപ്പോഴും അവർക്ക് മനസ്സിലാക്കാത്ത ഒരു ചോദ്യമുണ്ട്, എന്തിന് ഡാലിയെ എഡ്വിൻ ഹമറിന്റെ മകൾ ആക്രമിക്കണം? ആ ചോദ്യം മനസ്സിലേക്ക് വന്നതും ഫ്ലോറൻസ് ഡസ്റ്റിനോട് ചോദിച്ചു, ഡസ്റ്റിൻ എന്തിനാ അവൾ ഡാലിയെ ആക്രമിച്ചത്? ആ അതിന്റെ കാരണം അറിയാൻ നിങ്ങൾ ജൂലിയോട് ചോദിച്ചാൽ മതി. ഡസ്റ്റിൻ അങ്ങനെ പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് എല്ലാവരും തിരിഞ്ഞു നോക്കുന്നത്. ശരിയാണ്, ജൂലി അവിടെ കാണാനില്ല. ജൂലിയാണ് അവരെ ഡാലി അവിടെ കിടക്കുന്ന കാര്യം അറിയിച്ചത്. പക്ഷെ ഇപ്പൊ ജൂലിയെ കാണാനില്ല. അല്ല, ജൂലി എവിടെ പോയി? ജെയിംസും പെട്ടെന്ന് ആ ചോദ്യം ചോദിച്ചപ്പോ ഫ്ലോറൻസും ജെയിംസും ആ മുറിയിലുള്ള മുഴുവൻ ആളുകളും ആ വിഷയമാണ് ആലോചിക്കുന്നത്. ജൂലി എവിടെ പോയി? ജൂലിയാണല്ലോ അവരോട് ഡാലിയെ കുറിച്ച് പറഞ്ഞത്. അവരങ്ങനെ ജൂലിയെ കുറിച്ച് ആലോചിക്കുമ്പോഴേക്കും 3-4 ആളുകൾ അകത്തേക്ക് വന്നു. വന്നവരൊക്കെ ഹോസ്പിറ്റൽ സ്റ്റാഫാണ്. വന്നവർ ആ മുറി നിൽക്കുന്ന ആളുകളോടായി പറഞ്ഞു, ഞങ്ങൾ മിസ് ഡാലിയെ മറ്റൊരു മുറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഒരു VIP മുറിയിലേക്കാണ്. VIP മുറിയിലേക്കോ? പക്ഷെ അതിനുവേണ്ടി നിങ്ങൾ അഡീഷണൽ ചാർജ് ഒന്നും തരണ്ട. VIP മുറിയിലേക്ക് ഡാലിയ നിക്കോൾസനെ ഷിഫ്റ്റ് ചെയ്യുന്നുവെന്നും അതിന് അഡീഷണൽ ചാർജ് കൊടുക്കട്ടെന്ന് കേട്ടപ്പോൾ ഫ്ലോറൻസിനും ജെയിംസിനും ഒക്കെ ശരിക്കും സന്തോഷമായി. ക്വിന്റിൻ ഗ്രൂപ്പിന്റെ CEO കൂടിയായ പ്രസിഡന്റ് ഡാലിയ നിക്കോൾസൺ അങ്ങനെ VIP മുറിയിലാണ് കിടക്കേണ്ടത്. അക്കാര്യത്തിൽ അവർക്ക് സംശയമൊന്നുമില്ല. ഫ്ലോറൻസും ടീമും സന്തോഷത്തോടു കൂടി ആ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ നോക്കുമ്പോൾ അവർ ഡാലിയ നിക്കോൾസനെ ഒരു സ്ട്രെച്ചറിലേക്ക് മാറ്റി. വേഗം അവർ ഡാലിയെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ആ ടീം ഒന്നിച്ച് പുറത്തേക്ക് പോവുകയാണ്. യഥാർത്ഥത്തിൽ അവരെ അവിടുന്ന് മാറ്റിയത് റയസ് തന്നെയാണ്. ഡസ്റ്റിന് ഹമ്മർ കുടുംബം വെറുതെ ഇരിക്കില്ല എന്നറിയാം. അവർ ഉറപ്പായും ഡാലിയെ തേടി വരും. അവരെ നേരിടാൻ ഡസ്റ്റിന് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ തൽക്കാലം ഡാലിയെ സുരക്ഷിതമാക്കുകയാണ് നല്ലതെന്ന് തോന്നിയത് കൊണ്ടാണ് ഡസ്റ്റിൻ ഡാലിയെ അവിടുന്ന് മാറ്റിയത്. 2ാമത്തെ നിലയിൽ നിന്ന് ഡാലിയെ മാറ്റിയത് 3ാമത്തെ നിലയിലേക്കാണ്. ഡാലിയൻ ടീമും 3ാമത്തെ നിലയിലേക്ക് പോയി അല്പസമയം കഴിഞ്ഞപ്പോഴാണ് ഡാലി കിടന്ന മുറിയിലേക്ക് ജൂലി അംബേഴ്സും ഓടി വരുന്നത്. അവൾ ടിന ഹമറെ ഹമ്മറുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതിനു ശേഷം അവിടുന്ന് സിറ്റി ഹോസ്പിറ്റലിലേക്ക് ഓടി വരികയാണ്.
അവൾ ശരിക്കും നനഞ്ഞു കുതിർന്നിട്ടുണ്ട്. പുറത്ത് നല്ല മഴയാണ്. നേരത്തെ സിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ടിനയുടെ ബർത്ത്ഡേ പാർട്ടി നടന്ന സ്ഥലത്തേക്ക് ജൂലി ഓടി വരുമ്പോഴും അവള് നനഞ്ഞു കുതിർന്നിരുന്നു. മഴയത്ത് നനഞ്ഞു കുതിർന്നാണ് അവൾ ടിനയുടെ അടുത്ത് വന്നതും ടിനയെ അവിടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും. ഇപ്പോഴും അവൾ ശരിക്കും നനഞ്ഞിരിക്കുകയാണ്. ജൂലി ഓടി മുറിയിലേക്ക് കയറിയപ്പോൾ അവിടെ ആരുമില്ല. ആ മുറിയിൽ ആരുമില്ല എന്ന് കണ്ടതും അവൾ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാനായി വാതിലിന്റെ നേരെ നടക്കുമ്പോഴാണ് വാതിൽ ഡസ്റ്റിൻ പ്രത്യക്ഷപ്പെട്ടത്. ഡസ്റ്റിൻ യഥാർത്ഥത്തിൽ ഡാലിയ നിക്കോൾസണും ടീമും മൂന്നാമത്തെ നിലയിലേക്ക് പോകുമ്പോൾ അതിന്റെ പുറകെ നടക്കുകയായിരുന്നു. കോണ്ടോറിലൂടെ നടക്കുമ്പോൾ ജനാലയെ കൂടി പുറത്തു നോക്കിയ ഡസ്റ്റിൻ താഴെ നിന്ന് ജൂലി ഓടി വരുന്നത് കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഡസ്റ്റിൻ ഒന്ന് മാറി നിന്നത്. ഡസ്റ്റിൻ പ്രതീക്ഷിച്ചതുപോലെ ജൂലി ഡാലിയുടെ മുറിയിലേക്ക് ഓടി കയറുകയായിരുന്നു. പെട്ടെന്ന് ഡസ്റ്റിൻ വാതിലിനെ മറഞ്ഞങ്ങനെ നിന്നതും ജൂലി ഒന്ന് സ്തംഭിച്ചു. അവളുടെ മുഖത്ത് ശരിക്കും ഭയമുണ്ട്. അവളുടെ മനസ്സിൽ ഇപ്പോഴും ആ കാഴ്ചയുണ്ട്. ടീന ഹമ്മറുടെ ബർത്ത്ഡേ പാർട്ടി നടന്ന സ്ഥലത്ത് ടീന രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ആ രംഗവും ടീനയുടെ അടുത്ത് നിന്ന് നടന്നു വരുന്ന ഡസ്റ്റിൻ റയസും. ആ കാഴ്ച കണ്ട നിമിഷം മുതൽ അവളുടെ മനസ്സിൽ ഡസ്റ്റിൻ ഒരു ഭയമാണ് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡസ്റ്റിനെ വാതിൽക്കൽ കണ്ടപ്പോ അവളൊന്ന് അറച്ചു. എന്താ ഡസ്റ്റിൻ? ജൂലി, ഞാൻ ചോദിക്കുന്നതിന് നീ ഉത്തരം പറയണം. എന്താണ് അവിടെ സംഭവിച്ചത്? ഡസ്റ്റിൻ, എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ കണ്ടത് ടിനയാണ്. ടിന രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഞാൻ കണ്ടത്. ജൂലി, ഡാലിക്ക് എന്ത് സംഭവിച്ചു എന്നാണ് എനിക്ക് അറിയേണ്ടത്. അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ടീന ഡാലിയെ ആക്രമിച്ചു. അതെനിക്ക് മനസ്സിലായി. ടീന എന്തിന് ഡാലിയെ ആക്രമിച്ചു? അതിന്റെ ഉത്തരം നീ പറയണം. ഡസ്റ്റിൻ, ഞാനൊന്നും കണ്ടില്ല. ജൂലി, നീ കണ്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ഡാലിയുടെ ബാഗിൽ ടീനയുടെ ആഭരണം വന്നത്? ഡസ്റ്റിൻ, എനിക്കെങ്ങനെ അറിയാം? ഞാനൊന്നും അറിഞ്ഞില്ല. അവൾ ഡസ്റ്റിനോട് അവൾ ചെയ്ത കാര്യം സമ്മതിക്കാൻ ഒരു കാരണവശാലും ഒരുക്കമല്ല. ഡാലിയെ കുരുക്കിയതിൽ അവൾക്ക് പങ്കുണ്ടെന്ന് ഡസ്റ്റിന് മനസ്സിലായാൽ ടിന ഹോസ്പിറ്റലിൽ കിടക്കുന്ന പോലെ അവൾ കിടക്കേണ്ടി വരുമെന്ന് അവൾക്ക് 100% ഉറപ്പാണ്. ഡസ്റ്റിന്റെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് അവൾ ആലോചിക്കുമ്പോഴേക്കും 5-6 ആളുകൾ ഡസ്റ്റിനെ തള്ളി മാറ്റി അകത്തേക്ക് വന്നു. അകത്തേക്ക് വന്ന ആളുകളൊക്കെ മാസ്ക് ധരിച്ചിരിക്കുകയാണ്. മുഖംമൂടി ധരിച്ച ആളുകൾ ആ ഹോസ്പിറ്റൽ മുറിയിലേക്ക് കടന്നു വന്നോടൻ ഉറക്കെ ചോദിച്ചു, ആരാ ഡാലിയ? അങ്ങനെ ചോദിച്ചുകൊണ്ട് കടന്നു വന്നത് മുഖംമൂടി വെക്കാത്ത ഒരാളാണ്. അയാളെ ആ ചോദ്യം ചോദിച്ചത് ഡസ്റ്റിൻ അയാളോട് പറഞ്ഞു, ദേ ആ നിൽക്കുന്നതാണ്. ജൂലി അംബേഴ്സിനെ ചൂണ്ടി ഡസ്റ്റിൻ ആ വാക്ക് പറഞ്ഞതും ആ മുഖംമൂടി ധരിക്കാത്ത മനുഷ്യന്റെ കൂടെയുള്ള മുഖംമൂടി ധരിച്ച ആളുകൾ ജൂലിയുടെ അടുത്തേക്ക് ഓടി. ജൂലിക്ക് എന്തെങ്കിലും പറയാൻ കഴിയുമ്പോൾ 2 പേർ ജൂലിയെ പിടിച്ചു കഴിഞ്ഞു. എന്താണ് സംഭവിച്ചതെന്ന് ജൂലിക്ക് ഒരു പിടിയില്ല. അതിനു മുമ്പ് ജൂലി ആ ആളുകളുടെ പിടിയിലായി. ജൂലിയെ പിടിച്ചു കഴിഞ്ഞതും ആ മുഖംമൂടി ധരിക്കാത്ത മനുഷ്യൻ ഡസ്റ്റിനോട് പറഞ്ഞു, ഹലോ സുഹൃത്തെ, താങ്ക് യു. ഡാലിയ നിക്കോൾസിനെ പിടിച്ചുകൊണ്ട് ചെല്ലാനുള്ള ഉത്തരവാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. സിറ്റി ഹോസ്പിറ്റൽ അവൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടാണ് അവർ വന്നത്. ഇപ്പൊ ഇതാ അവർക്ക് സിമ്പിൾ ആയിട്ട് ഡാലിയെ പിടിക്കാൻ പറ്റിയിരിക്കുന്നു. അതിന്റെ സന്തോഷം ആ മുഖമൊഴി ഇല്ലാത്ത മനുഷ്യന്റെയും മുഖമൊഴി ഉള്ള മനുഷ്യരുടെയൊക്കെ മുഖത്തുണ്ട്. പെട്ടെന്നാണ് ജൂലിക്ക് കഥ മനസ്സിലായത്. ഏയ്, ഞാനല്ല ഡാലിയ. നീ ഡാലിയ അല്ലെന്നോ? നീ എന്തായി പറയുന്നേ? ആ മനുഷ്യൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാളുടെ ശിഷ്യന്മാരെ ഒന്ന് നോക്കിയതേ ഉള്ളൂ. അവന്മാർക്ക് കഥ മനസ്സിലായി. അവന്മാർ അതിവേഗം ജൂലിയുടെ കവിളിലേക്ക് ആഞ്ഞടിക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് അറിയും മുമ്പ് 2 പേർ ജൂലിയുടെ ഇരു കവിളിലും അടിച്ചു കഴിഞ്ഞു. ഒരടി കിട്ടി ജൂലിയുടെ കവിൾ തിരിഞ്ഞതും മറുഭാഗത്തും അടി വരികയാണ്. പെട്ടെന്നാണ് അവളുടെ തല അങ്ങോട്ടും ഇങ്ങോട്ടും അലങ്ങിയത്. ശരിക്കും അവളുടെ കണ്ണീന്ന് പൊന്നീച്ച പറന്നു എന്ന് പറഞ്ഞാൽ അതാണ് ശരി. അടിപൊളി ഗുണ്ടകളായതുകൊണ്ട് അവരുടെ അടിക്കും അതിൻ്റെതായ ഒരു ഗുണമുണ്ട്. അടിയേറ്റ് ജൂലിയുടെ കണ്ണങ്ങ് നിറഞ്ഞു. സാർ, ഞാൻ ഡാലിയ അല്ല. ഇത് പിന്നെ കള്ള പറയുന്ന. അങ്ങനെ പറഞ്ഞുകൊണ്ട് അടുത്തുന്ന ഗുണ്ട ജൂലിയുടെ വയറ്റിലേക്ക് ഒരു ഒറ്റ ഇടി. ഒരു ഗുണ്ട ഇടിച്ചാൽ മറ്റേ ഗുണ്ട ഇടിക്കും എന്നുള്ളത് അവരുടെ ടീമിന്റെ ഒരു രീതിയാണെന്ന് തോന്നുന്നു. അടുത്തുവന് ഒരു ഒറ്റ ഇടി. നേരത്തെ കവിളിൽ അടിച്ചതുപോലെ തന്നെ ഇപ്പോഴും സംഭവിക്കുകയാണ്. പറ 2 ഇടി. വയറിലാണ് ഇടി കിട്ടിയെന്നെങ്കിലും ജൂലിയുടെ വായിന്ന രക്തം വന്നത്. ഇടിയേറ്റ് അവൾ ശരിക്കും കുഴങ്ങി പോയിരിക്കുകയാണ്. ഈ കാഴ്ചകൾ വളരെ കൗതുകപൂർവ്വം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഡസ്ട്രയസ്. ജൂലിക്ക് കിട്ടേണ്ടത് കിട്ടിയാൽ മാത്രമേ അവൾ പാഠം പഠിക്കൂന്ന് ഡസ്റ്റിന് നന്നായിട്ട് അറിയാം. ടിന ഹമ്മറെ നേരിടാനായി ആൾക്കൂട്ടത്തിന്റെ ഇടയിലൂടെ നടക്കുമ്പോൾ ഡസ്റ്റിൻ പല കമന്റ്സും കേട്ടിരുന്നു. ആ കമന്റുകളിൽ ഒന്ന് ഡാലിയ നിക്കോൾസന്റെ ബാഗിൽ നിന്ന് കമ്മല് കണ്ടെടുത്തു എന്നുള്ളതാണ്. ഡാലിയ നിക്കോൾസൺ ഒരു കാരണവശാലും ടിനയുടെ കമ്മൽ മോഷ്ടിക്കില്ല എന്ന് ഡസ്റ്റിന് അറിയാം. അതിന് ഡസ്റ്റിന് ആദ്യം സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. ഡാലിയുടെ ബാഗിൽ നിന്ന് കമ്മല് കണ്ടെടുത്തുവെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു കള്ളക്കളിയുണ്ട്. ആ കള്ളക്കളി ഡാലിയുടെ കളിക്കാൻ സാധ്യതയുള്ളത് ജൂലിയാണ്. ജൂലി അംബേഴ്സനാണ്. അതുകൊണ്ടാണ് ജൂലിക്ക് 2 കിട്ടണമെന്ന് ഡസ്റ്റിൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത്. ഡസ്റ്റിനെ ഒന്ന് നോക്കി ചിരിച്ചിട്ട് ആ ഗുണ്ടകൾ ജൂലിയുമായി പുറത്തേക്ക് ഇറങ്ങി. ജൂലിയെ വലിച്ചിഴച്ചുകൊണ്ട് അവർ ഇറങ്ങുന്നത്. വലിച്ചിഴച്ചുകൊണ്ട് ഇറങ്ങുമ്പോൾ തന്നെ
അവൾ ഡാലി അല്ല എന്നൊക്കെ പറയുന്ന അനുസരിച്ച് അവൾക്ക് പിന്നെ അടി കിട്ടുകയാണ്. ഒരു 5-6 അടി അവൾക്ക് കിട്ടിയപ്പോൾ അവൾ ഉറക്കെ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ പ്ലീസ് എന്നെ രക്ഷിക്ക്, എനിക്ക് എന്റെ തെറ്റെല്ലാം മനസ്സിലായി, പ്ലീസ് എന്നെ രക്ഷിക്ക്, ഞാൻ എല്ലാം പറയാം. അവൾ കരഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞതും ഡസ്റ്റിൻ ആ നേതാവിനോട് പറഞ്ഞു, ഹലോ, എനിക്ക് തെറ്റുപറ്റിയേ, അതെ, അത് ഡാലിയ അല്ല. ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരുന്ന ആ ടീം ഡസ്റ്റിൻ റയസിന്റെ ആ വാചകം കേട്ടപ്പോ ഒന്ന് നിന്നു. ഏറ്റവും പുറകിൽ നടക്കുന്നത് ആ ടീം ലീഡറാണ്. അയാൾ ഞെട്ടിത്തിരിഞ്ഞ് ഡസ്റ്റ് നോക്കിയിട്ട് ഡസ്റ്റിനോട് ചോദിച്ചു, ഡേ, നീയല്ലേ പറഞ്ഞത് ഇത് ഡാലിയാണെന്ന്? ഹലോ, എനിക്ക് തെറ്റുപറ്റിപ്പോയതാണ്, ഇത് ഡാലി അല്ല. നീ എന്താ ആളെ കളിയാക്കിയാണോ? ഏയ്, നീ കളിയാക്കിയതൊന്നുമല്ല, സത്യമായിട്ട് അത് ഡാലി അല്ല. ഡാലിയാണെന്ന് കരുതി വേറൊരു സ്ത്രീയെ പിടിച്ച് അടി കൊടുത്തതിന്റെ ദേഷ്യം ഇപ്പോ ആ ടീമിലെ എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ അവർ ചെയ്യാൻ ഇടവന്നത് അവിടെ നിൽക്കുന്ന ഡസ്റ്റിന്റെ ഇടപെടൽ കൊണ്ടാണ്. ഡസ്റ്റിനെ ഒന്ന് തറപ്പിച്ച് നോക്കിയിട്ട് ആ നേതാവ് അയാളുടെ അനുചരന്മാരോട് പറഞ്ഞു, ഏയ്, നമ്മൾ അയാൾ നോക്കണ്ട, നമുക്ക് പോവാം. ഏയ്, അത് പറ്റത്തില്ല, ഇവിടെ വിടാനോ? എന്തിന്? ഞാൻ പറഞ്ഞില്ലേ അത് ഡാലി അല്ലെന്ന്. ആ നേതാവിന് ഡസ്റ്റിന്റെ ആ ഇടപെടലും വാചകവും തീരെ അങ്ങോട്ട് ഇഷ്ടമായില്ല. അയാളുടെ അനുചരന്മാരോട് പറഞ്ഞു, ഡേ, അവനെ ഒന്ന് പഠിപ്പിച്ചേക്ക്. ഡാലിയാണെന്ന് പറഞ്ഞ് വേറൊരു പെണ്ണിനെ ചൂണ്ടിക്കാണിച്ചത് ഡസൻ ചെയ്ത തെറ്റാണ്. ആ തെറ്റിനുള്ള ശിക്ഷ സ്വാഭാവികമായിട്ടും ഡസൻ അനുഭവിക്കണമല്ലോ. അതുകൊണ്ട് കൂടിയാണ് ആ നേതാവ് അയാളുടെ ശിഷ്യന്മാരോട് ഡസ്റ്റിനെ ഒരു പാഠം പഠിപ്പിക്കാൻ പറഞ്ഞത്. കേൾക്കേണ്ട താമസം അവര് മുന്നോട്ട് കുതിച്ചു. പക്ഷെ ഇപ്പൊ ഡസ്റ്റിന് തീരെ സമയമില്ലെന്ന് തോന്നുന്നു. ഡസ്റ്റിന് മുന്നോട്ട് കുതിക്കുകയായിരുന്നു. അല്പസമയം അത്രയും അവിടെ വേണ്ടി വന്നുള്ളൂ. ഡസ്റ്റിനെ എതിരിട്ട ആ 5-അംഗ ടീമിൽ 4 പേർ താഴെ വീണു. ജൂലിയുടെ അടുത്ത് നിൽക്കിയായിരുന്ന ആ 5-ാമൻ ഈ കാഴ്ച കണ്ട് ഒരൊറ്റ ഓട്ടം 2ാമത്തെ നിലയിൽ നിന്ന് 1-ാമത്തെ നിലയിലേക്ക് ഇറങ്ങുന്ന ആ പടിക്കെട്ടിനടുത്തേക്കാണ് അവൻ ഓടിയത്. ബാക്കിയുള്ള 2 പേർ ആ നേതാവും പിന്നെ ജൂലിയുമാണ്. ജൂലി നിശ്ചലയായി നിൽക്കുകയാണ്. ടിന ഹമർ മൃഗീയമായി പരിക്കേറ്റ് കിടന്നത് അവൾ കണ്ടതാണ്. അവളാണ് ടിനയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. ഡസ്റ്റിനാണ് ടിനയെ ആക്രമിച്ചതെന്ന് അവൾക്ക് 100% ഉറപ്പുമാണ്. എങ്ങനെ ഡസ്റ്റിനെ കൊണ്ട് അവളെ ആക്രമിക്കാൻ പറ്റി എന്നുള്ള കാര്യത്തെക്കുറിച്ച് ജൂലിക്ക് ഒരു അറിവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ അവൾക്ക് കഥ മനസ്സിലായി. ഡസ്റ്റിൻ റയസ് അവൾ മനസ്സിൽ കണ്ട വ്യക്തിയല്ല. 3 വർഷമായി അവളുടെ കസിൻ ഡാലിയ നിക്കോൾസിന്റെ ഹസ്ബൻഡാണ് ഡസ്റ്റിൻ റയാസ്. ഡസ്റ്റിൻ റയാസിനെ സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ അവൾ ശരിക്കും കളിയാക്കിയിട്ടുണ്ട്. ഡസ്റ്റിനെ ഇൻസൾട്ട് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരവും അവൾ പാഴാക്കിയിട്ടില്ല. ഇപ്പൊ പക്ഷേ മുന്നിൽ കണ്ട കാഴ്ചയും ആ പഴയ രംഗങ്ങളൊക്കെ ഒരുമിച്ച് അവളുടെ മനസ്സിലേക്ക് വരികയാണ്. അത് മനസ്സിലേക്ക് വന്നതും അവൾ ശരിക്കും ഒന്ന് വിറച്ചുപോയ ജൂലി ആംബേഴ്സൺ പെട്ടെന്ന് മറുഭാഗത്തേക്ക് ഓടി. 3-ാമത്തെ നിലയിലെ പടിക്കെട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തേക്കാണ് അവൾ ഓടിയത്. ഓടിപ്പോകുന്ന ജൂലി ആംബേഴ്സണെയും താഴെ വീണ് കിടക്കുന്ന ആളുകളെയും ഓടിപ്പോയ അയാളുടെ കൂട്ടുകാരനെയും ഒക്കെ ഒരു നിമിഷം കൊണ്ട് കണ്ട ആ നേതാവ് ദേഷ്യത്തോടെ ഡസ്റ്റിനെതിരെ കുതിച്ചു. അയാൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ചില സംഭവങ്ങളാണ് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായത്. അതിൻ്റെതായ ഒരു അമ്പരപ്പ് അയാളുടെ മുഖത്ത് ആദ്യം ഉണ്ടായെങ്കിലും ആ അമ്പരപ്പ് ദേഷ്യത്തിന് വഴിമാറിക്കൊണ്ട് അയാൾ മുന്നോട്ട് കുതിക്കുകയാണ്. മുന്നോട്ട് കുതിച്ച അയാൾ ഡസ്റ്റിന് അടുത്ത് എത്തും മുമ്പ് ഡസ്റ്റിന് യഥാർത്ഥത്തിൽ അയാളുടെ അടുത്തെത്തിയിരുന്നു. അടുത്തെത്തിയ ഡസ്റ്റിൻ കൈ നിവർത്തി ഒരു അച്ഛ ഇടി. ആ ഇടിയിൽ ആ നേതാവ് വന്ന വേഗതയിൽ പുറകോട്ട് നീങ്ങി ആ മുറിയുടെ ചുവരിലിടിച്ച് താഴേക്ക് വീണു. വന്ന വേഗതയിൽ അയാൾ പുറകോട്ട് നീങ്ങുമ്പോഴും ചുവരിൽ ഇടിക്കുമ്പോഴും താഴെ വീഴുമ്പോഴും ഒക്കെ അയാളുടെ മുഖത്ത് ശരിക്കും ഒരു അത്ഭുതമുണ്ട്, ഒരു അമ്പരപ്പുണ്ട്. അയാൾ ശരിക്കും ശക്തനായ ഒരു ഗുണ്ടയാണ്. ഇത്തരം മിഷനുകളിൽ ഒരുപാട് പങ്കെടുത്തുള്ള വ്യക്തിയാണ്. പക്ഷെ അയാൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അവിടെ നിന്ന് ആ ചെറുപ്പക്കാരൻ അയാളെ അങ്ങനെ ഇടിച്ചു തെറിപ്പിക്കുമെന്ന് അയാൾ എങ്ങനെ കരുതുക. ചുവരിലടിച്ച് അയാൾ തറയിൽ വീണതും ഡസ്റ്റിൻ അയാളെ തൊട്ട് മുമ്പിലുണ്ട്. ഡസ്റ്റിൻ അയാളെ കഴുത്തി പിടിച്ച് പതുക്കൊന്ന് പോക്കി ചുവരിൽ ചേർത്ത് പിടിച്ചു. ആരാ നിന്നെ ഇങ്ങോട്ട് അയച്ചത്? ഡസ്റ്റിന്റെ ചോദ്യം കേട്ടപ്പോൾ അയാളൊന്ന് ചിരിച്ചു. ഏയ്, നീ എന്നെയും എന്റെ കൂടെ ഉള്ളവരെയും അങ്ങ് തല്ലിയെന്ന് വിചാരിച്ച് നീ വലിയ ആളൊന്നും ആകണ്ട. നിന്നെ തീർക്കാൻ ഇത് ആള് വരുന്നുണ്ട്. ഞങ്ങളെ ഈ രംഗം നിരീക്ഷിക്കാൻ വന്നവരാ. ഡസ്റ്റിനെ തീർക്കാനായി ഒരു ടീം വരുന്നുണ്ടെന്നാണ് അയാൾ പറഞ്ഞതിന്റെ അർത്ഥം. അത് കേട്ടതും ഡസ്റ്റിൻ അയാളുടെ കഴുത്തിൽ ഒന്ന് അമർത്തി പിടിച്ചു. നിന്നെ അയച്ചത് എഡ്വിനല്ലേ? ഡസ്റ്റിന്റെ കൈ അയാളുടെ കഴുത്തിൽ മുറുകുന്നത് അയാൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതിനനുസരിച്ച് അയാളുടെ കണ്ണ് തള്ളി വരികയാണ്. കഴുത്തിൽ മുറുകുന്ന ഡസ്റ്റിന്റെ കയ്യിലേക്ക് നോക്കിയിട്ട് അയാൾ ഡസ്റ്റിനോട് പറഞ്ഞു, നിനക്ക് എന്നെ കൊണ്ട് അതൊന്നും പറയിക്കാൻ പറ്റില്ല. അങ്ങനെ അയാൾ പറഞ്ഞതും ഡസ്റ്റിൻ ആ കൈ അങ്ങ് അമർത്തി. ശരിക്കും ഒരു അത്ഭുതവും ഞെട്ടലും ഒക്കെ ആ നിമിഷത്തിൽ ആ ഗുണ്ട നേതാവിന്റെ കണ്ണുകളിൽ കാണാം. അയാൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നല്ല അയാളുടെ കഴുത്തിൽ ഡസ്റ്റിൻ അങ്ങനെ മുറുക്കുവന്നു. ഡസ്റ്റിൻ ആ കൈ അങ്ങ് മുറുക്കിയതും ഒരു ശബ്ദത്തോടു കൂടി ആ കഴുത്ത് ഒടിഞ്ഞു. കഴുത്തൊടിയുമ്പോഴും ആ ഗുണ്ട നേതാവിന്റെ കണ്ണുകളിൽ ആ അമ്പരപ്പ് അങ്ങനെ നിന്ന ദൃശ്യമാണ്.
ഗുണ്ട നേതാവ് താഴേക്ക് വീണതും അനവധി ആളുകൾ ഓടി വന്നവരുടെ മുന്നിലുള്ളത് സാക്ഷാൽ സ്റ്റീഫൻ ചാപ്മാനാണ്. നടാഷയാണ് സ്റ്റീഫൻ ചാപ്മാനെ ടീമിനെ അങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ഓടിയെത്തിയ സ്റ്റീഫൻ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ ഞങ്ങളെത്തി. അത് കേട്ടത് ഡസ്റ്റിൻ സ്റ്റീഫനോട് പറഞ്ഞു, സ്റ്റീഫൻ ഇവരോടൊന്ന് മാറ്റിയേക്ക്. പിന്നെ നിങ്ങളുടെ ടീം 3-ാം നിലയിൽ ഡാലിക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടാവണം. സ്റ്റീഫൻ ചാപ്മാൻ ഉടൻ തന്നെ അയാളുടെ അനുചരന്മാർക്ക് നിർദ്ദേശം കൊടുത്തു. ആ മുറിയിൽ മരിച്ചു കിടക്കുന്ന ആ ഗുണ്ട നേതാവിനെയും പുറത്ത് പരിക്കേറ്റും മൃതപ്രായരായി കിടക്കുന്ന 4 പേരെയും സ്റ്റീഫന്റെ ആളുകൾ അപ്പൊ തന്നെ ചുമന്ന് എങ്ങോട്ടാ കൊണ്ടുപോയി. അവിടെ അങ്ങനെ ഒരു സംഭവം നടന്ന ഒരു സൂചനയും അവശേഷിപ്പിക്കാത്ത ശൈലിയിൽ അവിടെ വൃത്തിയാക്കുകയാണ്. ആ ടീം അവിടുന്ന് മാറിയതും സ്റ്റീഫൻ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ വരുന്നത് വൈറ്റ് ടൈഗർ ഗിൽഡുകാരാണ്, അത് ശരിക്കും ഭീകരന്മാരാണ്. ഡസ്റ്റിൻ എങ്ങോട്ടെങ്കിലും മാറുന്നതാണ് നല്ലത്. സ്റ്റീവൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുകയാണ് ഡസ്റ്റിൻ. ഡസ്റ്റിൻ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു എന്ന് മനസ്സിലായ സ്റ്റീവൻ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ തൽക്കാലം ഡസ്റ്റിൻ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറണം. കുറച്ച് ദിവസം ഒളിവിൽ നിന്നാലും കുഴപ്പമില്ല. ഈ പ്രശ്നം ഒന്ന് കെട്ടടങ്ങുമ്പോൾ നമുക്ക് ഇത് സോൾവ് ചെയ്യാം. ഡസ്റ്റിനോട് അങ്ങനെ സ്റ്റീവൻ പറഞ്ഞതും ഡസ്റ്റിൻ സ്റ്റീവനോട് പറഞ്ഞു, ഹേയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വരുന്നവർ ആരാന്ന് ഞാനൊന്ന് അറിയട്ടെ. ഡസ്റ്റിൻ ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നില്ലേ? അവര് ശരിക്കും ശക്തരാണ്. വൈറ്റ് ടൈഗർ ഗിൽഡ് ഈ മാർഷൽ ആർട്സ് മേഖലയിൽ എല്ലാവരും ബഹുമാനിക്കുന്ന ടീമാണ്. അതീവ മിടുക്കരായ ആളുകളെ മാത്രമേ ആ ഗിൽഡിൽ എടുക്കൂ. ആ ഗിൽഡിലെ ആളുകളാണ് ഇവിടേക്ക് വരുന്നത്. സ്റ്റീഫൻ ഞാൻ അങ്ങനെ തോറ്റോടുന്ന ആളല്ല. വരുന്ന ആളുകളെ എനിക്കൊന്ന് കാണണമല്ലോ. സ്റ്റീഫനൊരു കാര്യം ചെയ്യും, ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് നിരീക്ഷിക്കും. ഡസ്റ്റിൻ റയസിനോട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായ സ്റ്റീഫൻ ചാപ്മാൻ ഉടൻ തന്നെ ഹോസ്പിറ്റലിന്റെ മുന്നിലേക്ക് തിരിച്ചു. ഡസ്റ്റിൻ ആ കോറിഡോറിലൂടെ 2-ാമത്തെ നിലയുടെ മുൻഭാഗത്തേക്ക് നടക്കുകയാണ്. ഈ സമയത്ത് 2-ാമത്തെ നിലയിൽ നിന്ന് 1-ാമത്തെ നിലയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റീഫൻ ചാപ്മാൻ. അയാളുടെ ഒപ്പം വന്ന ആളുകൾ ആ ബിൽഡിങ്ങിന് കാവൽ നിൽക്കുകയാണ്. പുറത്ത് നന്നായി മഴ പെയ്യുകയാണ്, നല്ല ഇരുട്ടുമാണ്. ആ രാത്രിയിലെ ആ മഴയത്ത് അനവധി ജീപ്പ് പോലുള്ള വാഹനങ്ങൾ അകത്തേക്ക് കയറി വരികയാണ്. കറുത്ത നിറത്തിലുള്ള ഹമ്മർ വാഹനങ്ങളാണ് അകത്തേക്ക് വന്നത്. ആ വാഹനങ്ങൾ ഹോസ്പിറ്റൽ മുന്നിൽ ചവിട്ടി നിർത്തിയതും അനവധി ആളുകൾ വാഹനങ്ങളിൽ നിന്ന് ചാടിയിറങ്ങി. നന്നായി മഴ പെയ്യുമ്പോൾ മഴയൊന്നും ശ്രദ്ധിക്കാതെ വാഹനങ്ങളിൽ നിന്ന് ചാടിയിറങ്ങിയ ആളുകൾ വാഹനത്തിന് അടുത്തങ്ങനെ നിൽക്കുകയാണ്. ഒരു നിര ആളുകളുണ്ട്. ഏറ്റവും മുന്നിലുള്ള വാഹനത്തിന്റെ മുൻ സീറ്റിൽ ഇരിക്കുകയാണ് ഒരു ചെറുപ്പക്കാരൻ. അയാളെ ഒരു നോക്ക് കണ്ടാൽ ആരും ഒന്ന് നോക്കിപ്പോകും. അയാളുടെ കൈയും കാലും അസാധ്യമായ ഒരു കാഴ്ചയാണ്. കൈയിലെയും കാലിലെയും മസിലുകൾ ശരിക്കും തെളിഞ്ഞു കാണാം. 6 അടിക്ക് മുകളിൽ പൊക്കമുള്ള ഒരു വ്യക്തിയാണ്. സാധാരണ മനുഷ്യന്മാരുടെ ഇടയിൽ അയാൾ ഇറങ്ങി നിന്നാൽ അയാളുടെ തല ആ മനുഷ്യന്മാരുടെ മുകളിൽ കാണാം. അത്ര പൊക്കമുണ്ട്. ഒരു അസാധ്യ കക്ഷിയാണത്. അതാണ് ആ വൈറ്റ് ടൈഗർ ഗിൽഡിന്റെ നേതാവ് ഡ്രാക്കോ മലോറി. ഡ്രാക്കോ മലോറി ആ ഹമ്മർ ജീപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകളോട് പറഞ്ഞു, ആവശ്യമില്ലാതെയാണ് മിസ്റ്റർ എഡ്വിൻ എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത്. ഒരു സാധാരണക്കാരനെ നേരിടാൻ എന്റെ ആവശ്യം എന്തിനാ? ഡ്രാക്കോ മലോറി അങ്ങനെ പറഞ്ഞതും വാഹനം ഓടിക്കുകയായിരുന്ന വ്യക്തി ഡ്രാക്കോയോട് പറഞ്ഞു, ഡ്രാക്കോ അങ്ങനെ അല്ല, ഈ ആള് ഒട്ടും മോശമല്ല. അവൻ നല്ലൊരു മാർഷൽ ആർട്ടിസ്റ്റാണ്, ശരിക്കും ഒരു കിടിലം ഫൈറ്ററാണ്. എനിക്ക് അക്കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് സർ ഹമ്മർ നിങ്ങളെ വരാൻ പറഞ്ഞത്. സർ ഹമ്മർ സാധാരണഗതിയിൽ വൈറ്റ് ടൈഗർ ഗിൽഡിനെ ഒരു ഓപ്പറേഷന് ഇറക്കാറില്ല. വൈറ്റ് ടൈഗർ ഗിൽഡ് ഒരു ഓപ്പറേഷൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അത് അത്രയും പ്രധാനപ്പെട്ട ഓപ്പറേഷൻ ആണെന്ന് അർത്ഥം. ഒരു വലിയ ടീമിലേക്ക് നേരിടാനാണ് സാധാരണ വൈറ്റ് ടൈഗർ ഗിൽഡിനെ ഇറക്കുന്നത്. ഇവിടെ ഇപ്പോ ഒറ്റയാളെ നേരിടാൻ വേണ്ടി വൈറ്റ് ടൈഗർ ഗിൽഡിനെ ഇറക്കുന്നത് കേട്ടപ്പോൾ തന്നെ ഒരു അതിശയം ഡ്രാക്കോയ്ക്ക് തോന്നിയതാണ്. ഡ്രാക്കോ തന്നെ വരണമെന്ന് ലാസൻ ഫ്ലെച്ചർ നിർബന്ധം പിടിക്കുകയോട് ചെയ്തുകൊണ്ടാണ് ഡ്രാക്കോ ഇപ്പൊ എത്തിയിരിക്കുന്നത്. ഡ്രാക്കോ അയാളുടെ അനുചരന്മാരോട് പറഞ്ഞു, എന്തു ആവട്ടെ, നിങ്ങളെ വേഗം പോയി അവനങ്ങ് തീർക്ക്. വേഗം തീർത്ത വേഗം പോയി കിടന്നുറങ്ങാം. രാത്രിയിൽ ആ മഴയത്ത് അധിക സമയം കളയുന്നതിൽ ഒരു അർത്ഥവുമില്ലെന്ന് ഡ്രാക്കോയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് ഏൽപ്പിച്ച ജോലി വേഗം ചെയ്യാനായി അയാൾ അയാളുടെ അനുചരന്മാരോട് പറഞ്ഞത്. ഡ്രാക്കോയുടെ ഉത്തരവ് കിട്ടിയതും മഴയത്ത് ഇറങ്ങി നിൽക്കുകയായിരുന്ന ആ ഹമ്മറിൽ വന്ന ആളുകൾ മുന്നോട്ട് നീങ്ങി. അവരെ ഹോസ്പിറ്റൽ അടുത്തേക്ക് എത്താറായതും പെട്ടെന്ന് ഒരു നിര ആളുകൾ ഓടി മുന്നോട്ട് വന്നു. സ്റ്റീവൻ ചാപ്മാൻ കൊണ്ടുവന്ന ഹാർമൺ കുടുംബത്തിന്റെ സെക്യൂരിറ്റി ഗാർഡുകളാണ് മുന്നിലേക്ക് വന്നത്. ഈ കാഴ്ച വാഹനത്തിലിരുന്ന് ഡ്രാക്കോ മലോറി കാണുന്നുണ്ട്. അവൻ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോ അവൻ സപ്പോർട്ടിന് ആളെ വിളിച്ചിരിക്കുകയാണ്. എന്തായാലും കൊള്ളാം. അത് കണ്ടതും ഡ്രാക്കോ ഉറക്കെ അയാളുടെ അനുചരന്മാരോട് വിളിച്ചു പറഞ്ഞു, എടോ നിങ്ങൾക്ക് പ്രാക്ടീസിന് അവസരം കിട്ടുന്നില്ല എന്നല്ലേ പരാതി? ഇതാ ഒരു നല്ല അവസരമായി, ഒന്ന് തുടങ്ങിക്കോ. അത് കേട്ടപ്പോൾ ഡ്രാക്കോയുടെ ആളുകൾക്കൊക്കെ ഒരു ആവേശം ഉണ്ടാവുകയാണ്. അവർ ശരിക്കും ദിവസം പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. പക്ഷെ റിയൽ ഫൈറ്റിൽ കിട്ടുന്ന പ്രാക്ടീസ് അതൊന്ന് വേറെയാണ്.
അതിനുള്ളൊരു അവസരമാണ് ദാ വന്നിരിക്കുന്നത്. വൈറ്റ് ടൈഗർ ഗിൽഡിലെ ആ ചെറുപ്പക്കാർ കൈയൊക്കെ ഒന്ന് വീശി ഒന്ന് ചാടി റെഡിയായതും അതേ ആക്ഷൻ മറുഭാഗത്ത് നടാഷയുടെ ആ ബോഡി ഗാർഡുകളുടെ ഭാഗത്തുനിന്നുണ്ടായി. അവരും ഒന്ന് ചാർജായി. ആ മഴയത്ത് ആ ഹോസ്പിറ്റൽ മുന്നിൽ ഒരു സംഘടന തുടങ്ങി. നടാഷ ഹാർമൺ കുടുംബം വളരെ മിടുക്കരായ ആളുകളുടെ ഒരു ടീമിനെയാണ് സെക്യൂരിറ്റി ഗാർഡുകളാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ ആ സെക്യൂരിറ്റി ഗാർഡുകൾ എത്ര മിടുക്കരാണെന്ന് പറഞ്ഞാലും വൈറ്റ് ടൈഗർ ഗിൽഡിലെ ആളുകൾക്കൊപ്പം എത്തില്ല എന്ന് ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ തന്നെ അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആർക്ക് മനസ്സിലാവും. വൈറ്റ് ടൈഗർ ഗിൽഡ് ഒരു മേൽക്കൈ നേടുകയാണ്. നേർക്ക് നേരെയുള്ള സംഘടനമാണ്. ശരിക്കും നന്നായിട്ട് ആ മഴയത്ത് ആ സംഘടന ഒന്ന് ജ്വലിച്ചു വന്നപ്പോ വൈറ്റ് ടൈഗർ ഗിൽഡ് വിജയിക്കുന്നു തോന്നിയ ആ നിമിഷത്തിൽ പെട്ടെന്നാണ് ഒരു അലർച്ച അവിടെ കേൾക്കുന്നത്. അലറിക്കൊണ്ട് മുന്നോട്ട് വന്നത് സാക്ഷാൽ സ്റ്റീവൻ ചാപ്മാൻ ആണ്. മുന്നോട്ട് വന്ന സ്റ്റീവൻ ചാപ്മാൻ അയാളുടെ ഇന്റേണൽ എനർജി പുറത്തേക്ക് വമിപ്പിച്ചുവെന്ന് 100% ഉറപ്പാണ്. അയാൾ മുന്നോട്ട് കുതിച്ച് കൈ കൊണ്ട് തള്ളുമ്പോ ആ കൈയുടെ പ്രഷറിനേക്കാൾ ഉപരി ഒരു പവർ ആ ഭാഗത്ത് ദൃശ്യമാണ്. പെട്ടെന്ന് ആ വൈറ്റ് ടൈഗർ ഗിൽഡുകാർ പുറകോട്ട് തെറിച്ചു. അതുവരെ ആ സംഘടനത്തിൽ അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്ന വൈറ്റ് ടൈഗർ ഗിൽഡിലെ ആ ചെറുപ്പക്കാർ ഒന്ന് പുറകോട്ട് മാറുന്നത് വാഹനത്തിൽ ഇരിക്കുന്ന ഡ്രാക്കോ മലോറി കണ്ടു. മലോറി വളരെ കൗതുകപൂർവ്വം അവിടെ രംഗത്ത് വന്ന പുതിയ ആഗതനങ്ങൾ നോക്കുമ്പോൾ സ്റ്റീവൻ ചാപ്മാൻ ഒന്നുടങ്ങി ചാർജ് ആവുകയാണ്. അവൻ ശരിക്കും ഗർജിക്കുകയാണ്. സ്റ്റീവൻ ചാപ്മാൻ ഒന്ന് മുന്നോട്ട് കുതിച്ചിട്ട് പുറകെ നിൽക്കുന്ന അയാളുടെ അനുചരന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഡസ്റ്റിനോട് രക്ഷപ്പെടാൻ പറ. അത് കേട്ടതും 1-2 ആളുകൾ പുറകോട്ട് ഓടി. രണ്ടാമത്തെ നിലയിലോ അല്ലെങ്കിൽ മൂന്നാമത്തെ നിലയിലോ ഡസ്റ്റ് ഉണ്ടാവും എന്ന് അവർക്കറിയാം. ഡസ്റ്റിനോട് വിവരം പറയാനായിട്ടാണ് 2 പേർ ഹോസ്പിറ്റലിനകത്തേക്ക് ഓടിയത്. ഈ സമയത്ത് സ്റ്റീവൻ ചാപ്മാൻ ആ വൈറ്റ് ടൈഗർ ഗിൽഡിന്റെ മുന്നിലേക്ക് ചാടി വീണ് അയാളുടെ സർവ്വശക്തിയും എടുത്ത് അവർക്കെതിരെ ഫൈറ്റ് തുടങ്ങി. സ്റ്റീവൻ ചാപ്മാൻ ഒറ്റയ്ക്കും വൈറ്റ് ടൈഗർ ഗിൽഡ് ഒരു ടീമായിട്ടാണ് ഫൈറ്റ്. വൈറ്റ് ടൈഗർ ഗിൽഡിനോട് പിടിച്ചു നിൽക്കാൻ സ്റ്റീവന്റെ ബാക്കിയുള്ള ആൾക്കാർക്ക് പറ്റുന്നില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് സ്റ്റീവൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. സ്റ്റീവൻ പക്ഷേ ആ വൈറ്റ് ടൈഗർ ഗിൽഡിലെ മുഴുവൻ ആളുകളെക്കാൾ ശക്തനാണെന്ന് നിമിഷ നേരം കൊണ്ട് തെളിയിക്കുകയാണ്. ആ രാത്രിയിൽ ആ മഴയത്ത് ആ മുറ്റത്ത് അതിഭീകരമായ സംഘടന അരങ്ങേറി. വൈറ്റ് ടൈഗർ ഗിൽഡുകാരെ സ്റ്റീവൻ ചാടി ഉയർന്ന് ചവിട്ടി ഇടിച്ചും തെറിപ്പിച്ചും ദൂരേക്ക് തെറിപ്പിക്കുമ്പോൾ ഡ്രാക്കോ മലോറി അയാളുടെ ആ ഹമ്മർ ജീപ്പിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അതുവരെ ആ കാഴ്ച രസിച്ച് കണ്ടുകൊണ്ടിരുന്ന ഡ്രാക്കോ പെട്ടെന്നാണ് മുന്നോട്ട് വന്നത്. ഡ്രാക്കോ വാതിൽ തുറങ്ങി പുറത്തിറങ്ങിയതും അതേ വേഗതയിൽ തന്നെ ആ മഴയത്തൂടെ മുന്നോട്ട് കുതിച്ചതും ചാടി ഉയർന്നുവെന്നും സാക്ഷാൽ സ്റ്റീവൻ ചാപ്മാൻ കണ്ടതുപോലുമില്ല. സ്റ്റീവൻ തൊട്ട് മുന്നിലുള്ള വൈറ്റ് ടൈഗറുകാരനെ ഇടിക്കാനായി കൈ ഉയർത്തിയതും ആ വൈറ്റ് ടൈഗറുകാരന്റെ മുകളിൽ കൂടി ഒരു കൈ അയാളുടെ നേരെ വന്നു. അതിശക്തമായ ഒരു കൂടം കൊണ്ട് നമ്മൾ ആരെങ്കിലും ഇടിക്കുമ്പോൾ എന്ത് സംഭവിക്കുമോ അത് തന്നെ പെട്ടെന്ന് സ്റ്റീവൻ ചാപ്മാന്റെ കാര്യത്തിൽ സംഭവിച്ചു. ആ വൈറ്റ് ടൈഗറുകാരന്റെ മുകളിലൂടെ വന്ന കൈ കൃത്യം സ്റ്റീവന്റെ കൈ തന്നെ ഇടിച്ചു. സ്റ്റീവൻ വൈറ്റ് ടൈഗറുകാരനെ ഇടിക്കാനായി ഉയർത്തിയ കൈയിലേക്കാണ് മുകളിലൂടെ വന്ന കൈ ഇടിച്ചിരിക്കുന്നത്. ആ ഇടിയിൽ സ്റ്റീവൻ ചാപ്മാൻ ഒത്തിരി പുറകോട്ട് തെറിച്ചു. ആ മഴയത്ത് ഹമ്മർ വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റിൽ കാണുന്ന പ്രകാശത്തിൽ പുറകോട്ട് തെറിച്ചു പോകുന്ന സ്റ്റീവൻ ചാപ്മാന് താൻ ഇടിക്കാൻ ശ്രമിച്ച വൈറ്റ് ടൈഗറുകാരന്റെ മുകളിൽ കൂടി ഒരു രൂപം അവന്റെ മുന്നിൽ ചാടി നിന്നത് കൃത്യമായി കാണാം. അനവധി അടി ദൂരേക്ക് തെറിച്ചു വീണ സ്റ്റീവൻ ചാപ്മാൻ വീണെടുത്തുനിന്ന് പിന്നെ പുറകോട്ട് നിരങ്ങിയാണ്. അല്പനേരം നിരങ്ങിക്കഴിഞ്ഞാണ് അയാള് നിശ്ചലമാകുന്നത്. സ്റ്റീവൻ ചാപ്മാന് വല്ലാത്തൊരു അമ്പരപ്പാണ് ആ നിമിഷം അനുഭവപ്പെട്ടത്. അയാളെക്കാൾ വളരെ വളരെ ശക്തി കൂടിയ ഒരാളാണ് തന്നെ ഇടിച്ചതെന്ന് സ്റ്റീവൻ ചാപ്മാന് 100% ഉറപ്പാണ്. സ്റ്റീവൻ അമ്പരപ്പോടെ ആ മഴയത്ത് ഒരു ആചാര ബാഹുവിനെ പോലെ നിൽക്കുന്ന ആ മനുഷ്യനോട് ചോദിച്ചു, സാർ അങ്ങ് ആരാണ്? സ്റ്റീവൻ ചാപ്മാന്റെ ചോദ്യം കേട്ടതും ഡ്രാക്കോ മലോറിയുടെ പുറകിൽ നിൽക്കുകയായിരുന്ന ആ വൈറ്റ് ടൈഗർ ടീം ഒന്നടങ്ങി ഒന്ന് ചിരിച്ചു. ഇടോ, ഇത് ഞങ്ങളുടെ ഹെഡാണ്, ഞങ്ങളുടെ വൈറ്റ് ടൈഗർ ഗിൽഡിന്റെ ഹെഡ്. സാർ അങ്ങ് ഡ്രാക്കോ മലോറിയാണോ? സ്റ്റീവൻ ചാപ്മാൻ ആ പേര് കേട്ടിട്ടുണ്ട്. വൈറ്റ് ടൈഗർ ഗിൽഡിന്റെ ഹെഡ് ഡ്രാക്കോ മലോറിയെ കുറിച്ച് സ്റ്റീവൻ ചാപ്മാൻ അറിയാം. അയാൾ തന്നെ ആ രാത്രിയിൽ അവിടെ വരുമെന്ന് സ്റ്റീവൻ ചാപ്മാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നല്ല. അതെ, ഞാൻ ഡ്രാക്കോ മലോറിയാണ്. ഡ്രാക്കോ മലോറി അത് പറഞ്ഞതും സ്റ്റീവൻ ചാപ്മാൻ ശരിക്കും അതിശയത്തോടുകൂടി ഡ്രാക്കോത്തിനെ നോക്കുകയാണ്. സാർ അങ്ങ് ഈ രാത്രിയിൽ ഇവിടെ വരുമെന്ന് ഞാൻ കരുതിയില്ല. അങ്ങനെ പറഞ്ഞിട്ട് സ്റ്റീവൻ ഉറക്കെ പുറകെ നിൽക്കുന്ന അയാളുടെ അനുചരന്മാരോട് പറഞ്ഞു, എടോ വേഗം ഡസ്റ്റിനോട് പറ, രക്ഷപ്പെടണം പറ. വന്നിരിക്കുന്നത് സാക്ഷാൽ ഡ്രാക്കോ മലോറിയാണ്. ഡ്രാക്കോ മലോറിക്കെതിരെ പിടിച്ചു നിൽക്കാൻ തനിക്ക് പറ്റില്ല എന്ന് സ്റ്റീവൻ ചാപ്മാൻ അറിയാം. അതുകൊണ്ട് തന്നെ ഡസ്റ്റിനോട് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാൻ വീണ്ടും അയാൾ ആവശ്യപ്പെടുകയാണ്.
അങ്ങനെ സ്റ്റീഫൻ ചാപ്മാൻ പറഞ്ഞപ്പോ വീണ്ടും ഒരാൾ അകത്തേക്ക് ഓടി. ആ ആൾ അകത്തേക്ക് ഓടിയതും സ്റ്റീഫൻ ചാപ്മാൻ പാടുപെട്ട് നിന്ന സ്ഥലത്ത് നിന്ന് എണീറ്റു. മിസ്റ്റർ ഡ്രാക്കോ, ഞാൻ ഒരു കാരണവശാലും നിങ്ങളെ അകത്തേക്ക് വിടില്ല. എന്റെ ജീവൻ കൊടുത്തും ഞാൻ ഡസ്റ്റിനെ സംരക്ഷിക്കും. ഡ്രാക്കോ മലോറിയുമായിട്ട് സ്റ്റീഫൻ ചാപ്മാൻ ഫൈറ്റ് നടത്തിയാൽ സ്റ്റീഫൻ ചാപ്മാന്റെ കാര്യം തീരുമാനമാകുമെന്ന് സ്റ്റീഫന് തന്നെ അറിയാം. പക്ഷെ അവൻ കൊടുത്ത വാക്ക് പാലിക്കാൻ പോവുകയാണ്. ജീവൻ കൊടുത്തും അവൻ ഡസ്റ്റിനെ സംരക്ഷിക്കും. അകത്തേക്ക് കുതിക്കാനായി മുന്നോട്ട് വരുന്ന ഡ്രാക്കോ മലോറിയുടെ മുമ്പിലേക്ക് പെട്ടെന്ന് സ്റ്റീഫൻ എണീറ്റ് നിന്നു. സ്റ്റീഫന് നന്നായി പരിക്കേറ്റിട്ടുണ്ട്. ആ പരിക്കൊന്ന് വകവയ്ക്കാതെയാണ് സ്റ്റീഫൻ ഡ്രാക്കോയുടെ മുന്നിലേക്ക് നിന്നത്. അത് കണ്ടതും ഡ്രാക്കോ സ്റ്റീഫനോട് പറഞ്ഞു, നീ കാണിക്കുന്ന മണ്ടത്തരമാണ്. നീ എന്റെ മുന്നിൽ കയറി നിന്നാൽ എനിക്ക് നിന്നെ കൊല്ലുകയല്ലാതെ ഒരു മാർഗമില്ല. ഡ്രാക്കോ അത് പറഞ്ഞതും സ്റ്റീഫൻ ചിരിച്ചുകൊണ്ട് ഡ്രാക്കോയോട് പറഞ്ഞു, ഞാൻ എന്റെ ജീവൻ കൊടുത്തും ഡസ്റ്റിനെ സംരക്ഷിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ പിന്നെയും ഡ്രാക്കോയുടെ മുന്നിലേക്ക് നിൽക്കുകയാണ്. ഡ്രാക്കോയ്ക്ക് പിന്നെ കൂടുതൽ സംസാരിക്കാനൊന്നും താല്പര്യമില്ല. ഡ്രാക്കോ കൈ നിവർത്ത് ഒരൊറ്റ ഇടി. ആ ഇടി രണ്ട് കൈ കൊണ്ടും സ്റ്റീഫൻ തടുക്കുകയാണ്. സ്റ്റീഫൻ രണ്ട് കൈ കൊണ്ടും ആ ഇടി ബ്ലോക്ക് ചെയ്തപ്പോ നമുക്ക് ആ കാഴ്ച കാണാം. ഇടി ബ്ലോക്ക് ചെയ്ത സ്റ്റീഫൻ അനവധി അടി പുറകോട്ട് തെറിക്കുന്നത്. അത്ര പവർഫുൾ ആയിട്ടാണ് ഡ്രാക്കോ മലോറി ഇടിച്ചത്. ഡ്രാക്കോ മലോറിയുടെ ആ ഇടി ആ മഴയത്ത് ആ വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റിലൂടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ കാണാം. ഇടിയുടെ ആഘാതത്തിൽ പുറകോട്ട് തെറിച്ച സ്റ്റീഫൻ ചാപ്മാൻ വന്ന് വീണതും അയാളുടെ വായിന്ന് ഒരു കൂടം രക്തം പുറത്തേക്ക് തെറിക്കുകയാണ്. ശരിക്കും ഗുരുതരമായി അയാൾക്ക് പരിക്കേറ്റെന്ന് ഉറപ്പാണ്. രക്തം പുറത്തേക്ക് ഛർദ്ദിച്ചിട്ടും സ്റ്റീഫൻ ചാപ്മാൻ പിന്നെയും എണീക്കുകയാണ്. അയാളുടെ അവസാന ശ്വാസം പോകുന്നവരെയും അയാൾ തോൽവി സമ്മതിക്കില്ല എന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ചതുപോലെ സ്റ്റീഫൻ എണീറ്റു. സ്റ്റീഫൻ പിന്നെയും എണീറ്റ് നിന്നിട്ട് കൂടുതലുള്ളവർ പറയുകയാണ്, നമ്മൾ മുഴുവൻ പേരും തീർന്നാലും ഡസ്റ്റിനെ വിട്ടുകൊടുക്കരുത്. വീണിടത്തുനിന്ന് അങ്ങനെ പറഞ്ഞിട്ട് സ്റ്റീഫൻ ചാപ്മാൻ മുന്നോട്ട് വരികയാണ്. സ്റ്റീഫൻ അങ്ങനെ നടന്ന് മുന്നോട്ട് വരുന്നത് വല്ലാത്തൊരു കൗതുകത്തോടെയാണ് ഡ്രാക്കോ മലോറി കണ്ടത്. കൊല്ലപ്പെടുമെന്ന് 100% ഉറപ്പായ നിമിഷത്തിലും സ്റ്റീഫൻ ചാപ്മാൻ തോൽവി സമ്മതിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഡ്രാക്കോയും മനസ്സിലാക്കിയിട്ടുണ്ട്. ഡ്രാക്കോയ്ക്ക് ആ നിമിഷത്തിൽ സ്റ്റീഫനോട് ഒരു ഇഷ്ടവും തോന്നിയിട്ടുണ്ട്. സ്റ്റീഫനോടായി ഡ്രാക്കോ പറഞ്ഞു, ഡോ, നീ ചെറുപ്പമാണ്, നീ മാറി നിൽക്കുന്നതാണ് നല്ലത്. നീ എന്തിനാ ജീവൻ കളഞ്ഞ് ആളുകളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? ഇനി ഞാൻ കൈവച്ചാൽ നീ തീരും. ഡ്രാക്കോ മലോറി പറയുന്ന വാക്ക് അക്ഷരം പ്രതി ശരിയാണെന്ന് കേൾക്കുന്ന സ്റ്റീഫനും അറിയാം. അത് കേട്ടപ്പോൾ സ്റ്റീഫൻ പറഞ്ഞു, സോറി, എനിക്ക് എന്റെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. ഞാൻ എന്റെ ജീവൻ കൊടുത്തും ഡസ്റ്റിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഡസ്റ്റിൻ റയസിന് വേണ്ടിയാണ് വൈറ്റ് ടൈഗർ ഗിൽഡിലെ ഡ്രാക്കോ മലോറി ടീമും അവിടെ എത്തിയിരിക്കുന്നതെന്ന് സ്റ്റീഫൻ നന്നായിട്ട് അറിയാം. നടാഷ അവനോട് പറഞ്ഞിരിക്കുന്നത് ഡസ്റ്റിനെ സംരക്ഷിക്കാനാണ്. അതുകൊണ്ട് തന്നെ ജീവൻ നഷ്ടപ്പെട്ടാലും ഡസ്റ്റിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. അത് സ്റ്റീവൻ ഉറപ്പിച്ച കാര്യമാണ്. സ്റ്റീവന്റെ ആ വീറും വാശിയും ഡ്രാക്കോ മലോറിക്ക് മാത്രമല്ല അയാളുടെ കൂടെയുള്ള ആ വൈറ്റ് ടൈഗർ ഗിൽഡിലെ ആളുകൾക്കും അങ്ങ് ഇഷ്ടമായി. നല്ല ഫൈറ്റേഴ്സിനെ അവർക്കൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോ സ്റ്റീവൻ റോങ് സൈഡിൽ ആയിപ്പോയി എന്ന് മാത്രം. സ്റ്റീവനെ ഒന്ന് നോക്കിയിട്ട് ഡ്രാക്കോ സ്റ്റീവനോടായി പറഞ്ഞു, ഓക്കെ, നിന്റെ തീരുമാനത്തെ ഞാൻ എതിർക്കുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ട് ഡ്രാക്കോ മലോറി ഒന്ന് ചാടി ഉയരുകയാണ്. ഡ്രാക്കോയ്ക്ക് ഇനി ഈ കഥ നീട്ടിക്കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്ന് 100% ഉറപ്പ്. ഡ്രാക്കോ മലോറി ചാടി ഉയർന്ന് ആ മഴയത്ത് സ്റ്റീഫൻ ചാപ്മാനെ ആഞ്ഞിടിച്ച ആ നിമിഷത്തിൽ രണ്ടാമത്തെ നിലയിലെ ഗ്ലാസ് ഒന്ന് പൊട്ടി. ആ പൊട്ടിയ ഗ്ലാസിനിടയിലൂടെ ഒരാൾ താഴേക്ക് പതിച്ചു. ഈ സമയത്ത് ഡ്രാക്കോ മലോറിയുടെ കൈ സ്റ്റീഫൻ ചാപ്മാന്റെ പുറത്ത് പതിഞ്ഞിരുന്നു. ഇടിയേറ്റ സ്റ്റീഫൻ ചാപ്മാൻ നിന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് പൊങ്ങുകയാണ്. അയാൾ പൊങ്ങി ദൂരേക്ക് വന്ന് വീഴാൻ പോവുകയാണ്. ആകാശത്തേക്ക് പൊങ്ങിയ സ്റ്റീഫൻ ചാപ്മാൻ താഴെ വീഴുന്നതിന് തൊട്ടു മുന്നേ ഒരാൾ സ്റ്റീഫൻ ചാപ്മാന്റെ കോളർ പിടിക്കുകയാണ്. താഴേക്ക് ശക്തമായി സ്റ്റീഫൻ ചാപ്മാൻ വീണാൽ അവിടെ സ്റ്റീഫൻ ചാപ്മാൻ അവസാനിക്കുമായിരുന്നു. പക്ഷേ താഴെ വീഴുന്നതിന് മുമ്പ് അയാൾ സ്റ്റീഫനെ ഇടത് കൈകൊണ്ട് പിടിച്ചതാണ്. തന്നെ ഇടത് കൈകൊണ്ട് പിടിച്ച ആളെ അമ്പരപ്പോടെയാണ് ആ നിമിഷത്തിൽ സ്റ്റീഫൻ കണ്ടത്. തന്നെ പിടിച്ചിരിക്കുന്ന ആള് ഒരു കുട പിടിച്ച് നിൽക്കുകയാണ്. അയാളുടെ വലത് കയ്യിൽ ഒരു കുടയുണ്ട്. അവിടെ നിൽക്കുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ ഡസ്റ്റിൻ റയാസ് ആണ്. രണ്ടാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് ചാടിയ ഡസ്റ്റിൻ റയാസ് ചാടി നിന്നതും സ്റ്റീവൻ അവിടേക്ക് വന്നതും ഏതാണ്ട് ഒരേ നിമിഷത്തിലാണ്. സ്റ്റീവനെ അവിടെ കൂളായിട്ട് നിർത്തിയിട്ട് ഡസ്റ്റിൻ സ്റ്റീവനോട് പറഞ്ഞു, സ്റ്റീവൻ, ഇനി ഞാൻ നോക്കിക്കൊള്ളാം. തന്നോട് അങ്ങനെ പറഞ്ഞത് സാക്ഷാൽ ഡസ്റ്റിൻ റയാസ് ആണെന്ന് മനസ്സിലായതും സ്റ്റീവൻ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, വേണ്ട വേണ്ട, ആ നിൽക്കുന്ന ഡ്രാക്കോ മലോറിയാണ്. സ്റ്റീവന് സംസാരിക്കാൻ വരെ ബുദ്ധിമുട്ടുണ്ട്. എന്നിട്ടും ശബ്ദം ഉയർത്തി അവൻ ഡസ്റ്റിനോട് അങ്ങനെ പറയുകയാണ്. ഡസ്റ്റിൻ എന്ന പദം സ്റ്റീവൻ ചാപ്മാൻ പറഞ്ഞത് നേരെ എതിരെ നിൽക്കുന്ന ഡ്രാക്കോ മലോറി കേട്ടു. അയാളും അയാളുടെ ഒപ്പമുള്ള വൈറ്റ് ടൈഗർ ഗിൽഡിലെ ആളുകളും ഡസ്റ്റിനെ വേട്ടയാടാൻ വന്നവരാണ്. അവരാരും ഡസ്റ്റിനെ കണ്ടിട്ടുള്ളവരല്ല. ഡസ്റ്റിൻ എന്ന പദം കേട്ടപ്പോ എല്ലാവരുടെ മുഖത്ത് ഒരു കൗതുകം.
അവരൊക്കെ വന്ന വാഹനങ്ങളിലെ ഹെഡ്ലൈറ്റിന്റെ പ്രകാശത്തിൽ ഒരു കൈയിൽ കുടയുമായി ആ മഴയത്ത് അങ്ങനെ നിൽക്കുന്ന ഡസ്റ്റിൻ റിയാസ് ഒരു വല്ലാത്ത ചിത്രമായി അവരുടെ മനസ്സിലേക്ക് പതിയുകയാണ്. ഡസ്റ്റിനെ കണ്ട ഡ്രാക്കോ മലോറി ഒന്ന് ചിരിച്ചു. കൊള്ളാം, ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. ഹോസ്പിറ്റൽ അകത്തേക്ക് കയറി നിന്നെ പിടിക്കാനാണ് ഞാൻ വന്നത്. എന്നാൽ നീ പുറത്തേക്ക് എത്തിയല്ലോ, നന്നായി. ഡ്രാക്കോ മലോറി അങ്ങനെ പറഞ്ഞപ്പോ സ്റ്റീവൻ ചാപ്മാന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും സ്റ്റീവന്റെ അടുത്തെത്തി. അവർ ഒന്നിച്ച് ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ പ്ലീസ് രക്ഷപ്പെട്, ഞങ്ങൾ അവരെ തടയാം, ഞങ്ങളുടെ ജീവൻ പോകുന്നവരെ ഞങ്ങൾ തടയാം. ആ സമയം കൊണ്ട് ഡസ്റ്റിൻ രക്ഷപ്പെടാം. സ്റ്റീവൻ ചാപ്മാനും കൂടെയുള്ള അംഗരക്ഷകരും അവരുടെ ജീവൻ കൊടുത്തും തന്നെ രക്ഷിക്കാന്ന് പറഞ്ഞ കേട്ടപ്പോ ഡസ്റ്റിൻ റിയാസ് സ്റ്റീവനോട് പറഞ്ഞു, ഹേയ് അതൊന്നും വേണ്ട, ഞാൻ പറയുന്നത് ശ്രദ്ധിക്ക്. ഡസ്റ്റിൻ വിചാരിക്കുന്ന പോലെ അല്ല അവർ അതിശക്തരാണ്. അവരെ നേരിടാൻ ഡസ്റ്റിന് പറ്റില്ല. ഡസ്റ്റിൻ ശരിക്കും മിടുക്കനാണെന്നും നല്ല ഫൈറ്റർ ആണെന്നും സ്റ്റീവൻ ചാപ്മാൻ അറിയാം. ലോസൺ ഫ്ലെച്ചറെ ഡസ്റ്റിൻ നേരിട്ടത് സ്റ്റീവൻ ചാപ്മാൻ കണ്ടതാണ്. ഒറ്റ ഇടിക്കാണ് ഡസ്റ്റിൻ റിയാസ് ലോസൺ ഫ്ലെച്ചറെ തറ പറ്റിച്ചത്, അത് സ്റ്റീവന്റെ കൺമുമ്പിൽ വെച്ച്. ആ കാഴ്ച അവന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടേ ഇല്ല. പക്ഷെ ഇപ്പോ അവിടെ നിൽക്കുന്നത് സാക്ഷാൽ ഡ്രാക്കോ മലോറിയാണ്. ഡ്രാക്കോ മലോറിയെ നേരിടാനുള്ള പവർ ഒന്നും ഡസ്റ്റിനും ഇപ്പോ ഇല്ല. ഡസ്റ്റിന് അയാളെ നേരിടാനുള്ള പവർ ഉണ്ടാകും കുറച്ച് വർഷം കൂടി പ്രാക്ടീസ് ചെയ്താൽ. അത് സ്റ്റീവൻ ചാപ്മാൻ ഉറപ്പാണ്. ഡസ്റ്റിൻ വെറും 25 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഒരു 4-5 വർഷം അത് മാത്രം മതി ഡസ്റ്റിന് ആ ഡ്രാക്കോയ്ക്ക് ഒപ്പം എത്താൻ. ആ സമയത്ത് ഡ്രാക്കോയോട് ഡസ്റ്റിൻ എതിരിടാനേ പാടില്ല. ആ ചിന്തകളൊക്കെ ഇങ്ങനെ സ്റ്റീവന്റെ മനസ്സിലൂടെ കടന്നു വരുന്നതുകൊണ്ടാണ് സ്റ്റീവൻ നിർബന്ധപൂർവ്വം ഡസ്റ്റിനെ തടയാൻ ശ്രമിക്കുന്നത്. സ്റ്റീവന്റെയും കൂടെയുള്ള അനുചരന്മാരുടെയും നിർബന്ധം കേട്ടപ്പോ ഡസ്റ്റിൻ അവരോട് പറഞ്ഞു, നിങ്ങള് എന്നെ ശരിക്കും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുകയാണ്. ഹേയ് ഇവൻ എന്റെ മുന്നിൽ ഒന്നുമല്ല. ഈ വാചകം സ്വാഭാവികമായിട്ടും ഡ്രാക്കോ മലോറി കേട്ടു. കൊള്ളാലോ, നീ ഞാൻ വിചാരിച്ച പോലല്ലോ, നല്ല വാചകസത്താണല്ലോ നിനക്ക്. അത് കേട്ടതും ഡസ്റ്റിൻ റിയാസ് ഡ്രാക്കോ മലോറിയോട് പറഞ്ഞു, എടോ നിന്ന് വാചകം അടിക്കാതെ നീ എന്താ ചെയ്യുന്ന വെച്ചാൽ അതൊക്കെ ചെയ്യും. ഡ്രാക്കോ മലോറിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ആ ശൈലിയിലൊരു വാചകം അതിനു മുമ്പ് ആരെങ്കിലും പറഞ്ഞിട്ടുള്ള ഓർമ്മ പോലും അവർക്കില്ല. ഇപ്പൊ ഇതാ ആ രാത്രിയിൽ ആ മഴയത്ത് ആ ഹെഡ്ലൈറ്റുകളുടെ പ്രകാശത്തിൽ ഒരാൾ ഒരു കുട പിടിച്ചുകൊണ്ട് അയാളോട് സംസാരിക്കുന്നത് വാചകം അടിക്കാതെ വന്ന കാര്യം ചെയ്യാനാണ്. ദേഷ്യം വന്ന ഡ്രാക്കോ മലോറി അയാളുടെ ശരീരത്തിലെ മുഴുവൻ ഊർജവും ആവാഹിച്ചുകൊണ്ട് ഒന്ന് ചാടി ഉയർന്നു. ഒറ്റയിടിക്ക് ഡസ്റ്റിൻ റൈസിനെ തീർക്കാനുള്ള കരി അയാൾക്കുണ്ടെന്ന് അർത്ഥം. ചാടി ഉയർന്ന് അതിശക്തമായിട്ട് തന്നെ ഡ്രാക്കോ ഡസ്റ്റിനെ ഇടിക്കുകയും ചെയ്തു. ഡസ്റ്റിന് ഏതാനും അടി പുറകിലാണ് ഇപ്പോ സ്റ്റീവൻ ചാപ്മാൻ. സ്റ്റീവൻ ചാപ്മാനിൽ നിന്ന് ഏതാനും അടി പുറകിലാണ് അയാളുടെ കൂടെയുള്ള ഗാർഡുകൾ. ആ മുഴുവൻ ഗാർഡുകളും സ്റ്റീവൻ ചാപ്മാനും അറിയാതെ കണ്ണു പൊത്തിപ്പോവുകയാണ്. അവർ അവരുടെ കഴിവിന്റെ പരമാവധി ഡസ്റ്റിനോട് പറഞ്ഞതാണ് ഡ്രാക്കോ മലോറിയോട് എതിരിടണ്ടെന്ന്. പക്ഷേ ഡസ്റ്റിൻ പിടിവാശി കാണിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ഡസ്റ്റിന്റെ അന്ത്യം കാണാനുള്ള കരുത്തില്ലാത്തതുകൊണ്ടാണ് അവരൊന്ന് കണ്ടുപൊത്തിപ്പോയത്. അവരൊക്കെ കിടിലം ഫൈറ്റേഴ്സ് ആണ്. എന്നിട്ട് പോലും ഡസ്റ്റിൻ പരാജയപ്പെടുന്ന കാണാൻ അവർക്ക് ഇഷ്ടമല്ല. ഒരു നിമിഷം കണ്ണുപൊത്തിയെങ്കിലും പെട്ടെന്ന് ഒരു കണ്ണു തുറന്നപ്പോ ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച അവർ കാണുന്നത്. ഡസ്റ്റിൻ റിയാസിന്റെ ഇടത് കൈ ഇപ്പോ സാക്ഷാൽ ഡ്രാക്കോ മലോറിയുടെ കഴുത്തിലാണ്. ഡ്രാക്കോ മലോറിയെ ഇടത് കൈ കൊണ്ട് ഡസ്റ്റിൻ ആ മഴയത്ത് അങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. വലത് കൈയിൽ അപ്പോഴും കൂടെയുണ്ട്. വൈറ്റ് ടൈഗർ ഗിൽഡിലെ കിരീടം വയ്ക്കാത്ത രാജാവ് എന്ന് വിളിക്കാൻ കഴിയുന്ന അവരുടെ തലവൻ സാക്ഷാൽ ഡ്രാക്കോ മലോറി ആ മഴയത്ത് അങ്ങനെ നിൽക്കുന്ന ആ കാഴ്ച യാഥാർത്ഥ്യമാണോ എന്ന് വിശ്വസിക്കാൻ പോലും സ്റ്റീവൻ ചാപ്മാനും കൂട്ടർക്ക് പറ്റുന്നില്ല. അവരെങ്ങനെ ആ കാഴ്ച യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കാൻ കഴിയുക? അതേ ഞെട്ടൽ വൈറ്റ് ടൈഗർ ഗിൽഡിലെ ബാക്കി ആളുകൾക്കുമുണ്ട്. അവരുടെ അനിശ്ചിതനായ നേതാവ് സാക്ഷാൽ ഡ്രാക്കോ മലോറി ഇതാ ഒരു ചെറുപ്പക്കാരന്റെ കയ്യിൽ അങ്ങനെ നിൽക്കുകയാണ്. ഒരു പൂച്ചയെ പിടിച്ചുയർത്തിയിരിക്കും പോലെ ഡസ്റ്റിൻ ഡ്രാക്കോ മലോറിയുടെ കഴുത്തിൽ പിടിച്ചിങ്ങനെ ഉയർത്തി നിർത്തിയിരിക്കുകയാണ്. ഡ്രാക്കോയുടെ പുറത്തുകൂടി മഴവെള്ളം ഇങ്ങനെ വീഴുകയാണ്. മഴയത്ത് കുളിച്ചു നിൽക്കുന്ന ഡ്രാക്കോയുടെ കഴുത്തിൽ ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് ഡസ്റ്റിൻ ഡ്രാക്കോ ഒന്ന് പൊക്കിയിട്ടിട്ട് ഒരൊറ്റ ഇടി. എല്ലാം ഒറ്റ കൈ കൊണ്ടാണ്. കഴുത്തിൽ പിടിച്ചിരിക്കുന്ന കൈ ഒന്ന് അമർത്തിയതിനു ശേഷം ഡസ്റ്റിൻ ഡ്രാക്കോ ഒന്ന് പൊക്കിയിടുന്നു. ആ നിമിഷത്തിൽ ഡസ്റ്റിൻ മുന്നോട്ട് കുതിക്കുന്നു. ഇടത് കൈ കൊണ്ട് ഒരൊറ്റ ഇടി. ഇടിയേറ്റ് ഡ്രാക്കോ മലോറി ഒത്തിരി അടി പുറകിലേക്ക് തെറിച്ച് അയാൾ വന്ന വാഹനത്തിലിടിച്ച് താഴേക്ക് വീണു. ആ വാഹനത്തിൽ ഡ്രാക്കോ മലോറി ഇടിച്ചതും ആ ഇടിയുടെ ആഘാതത്തിൽ ആ വാഹനം പുറകോട്ട് മറിയുകയാണ്. എന്തോരം ഫോഴ്സിലാണ് ഡസ്റ്റിൻ ഡ്രാക്കോ മലോറി ഇടിച്ചതെന്ന് ആ മറിഞ്ഞ ഹമ്മർ അടുത്ത വാഹനത്തിൽ ഇടിക്കുമ്പോൾ ആ വാഹനത്തിന്റെ അടുത്ത് നിന്ന വൈറ്റ് ടൈഗർ ഗിൽഡിലെ ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. 2 ഹമ്മർ വാഹനങ്ങളാണ് പുറകോട്ട് തെറിച്ചത്. നല്ല കരുത്തുള്ള വാഹനങ്ങളാണ് ഈ ഹമ്മർ വാഹനങ്ങൾ. അങ്ങനെയുള്ള 2 ഹമ്മർ ജീപ്പുകളാണ് പുറകോട്ട് മറിഞ്ഞത്. തറയിലേക്ക് വീണ ഡ്രാക്കോ മലോറി ശ്വാസം പോലും എടുക്കാൻ പറ്റാതെ അങ്ങനെ നിശ്ചലനായി കിടക്കുകയാണ്.
പക്ഷെ ആ നിമിഷത്തിൽ ഡ്രാക്കോ മലോറി ഒരു കാഴ്ച കൂടി കണ്ടു. അയാളുടെ തൊട്ടു മുന്നിൽ ആ ചെറുപ്പക്കാരൻ എത്തി നിൽക്കുന്നത്. ഒരു കൈയിൽ കുടയുമായി ഡസ്റ്റിൻ ഡ്രാക്കോ മലോറിയുടെ തൊട്ടു മുന്നിലുണ്ട്. അത് കണ്ടതും ഡ്രാക്കോ മലോറി തൊഴുകൈയോടെ ഡസ്റ്റിനോട് പറഞ്ഞു, ഞാൻ തോൽവി സമ്മതിക്കുന്നു. ഒരു ഫൈറ്റിൽ ഒരാൾ തോൽവി സമ്മതിച്ചാൽ പിന്നെ അയാളോട് ഫൈറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്ന് മാർഷൽ ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും അറിയാം. ഒരാളെ തോൽപ്പിക്കാനാണ് ഫൈറ്റ് ചെയ്യുന്നത്, അയാളെ കൊല്ലുക എന്നുള്ളത് അവരുടെ ടാർഗറ്റ് അല്ല. ഡസ്റ്റിൻ ഡ്രാക്കോയെ ഒന്ന് നോക്കിയിട്ട് ഡ്രാക്കോയോട് പറഞ്ഞു, നീ നിന്നെ അയച്ച ആളുകളോട് ചെന്ന് പറഞ്ഞേക്ക്, നാളെ ഉച്ചയ്ക്കകം ടീന ഡാലിയുടെ അടുത്ത് വന്ന് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ അങ്ങ് വരുമെന്ന്. ഡസ്റ്റിൻ റിയാസ് അങ്ങനെ പറഞ്ഞതും ഡ്രാക്കോ മലോറി ഒരു പരുവത്തിൽ ആ സ്ഥലത്ത് എണീറ്റ് അയാൾ വന്ന ജീപ്പിന് നേരെ ഓടി. 2 ജീപ്പുകൾ അവിടെ മറിഞ്ഞു കിടപ്പുണ്ട്. ബാക്കി ജീപ്പുകളുമായി അതിവേഗം ആ വന്ന ആളുകൾ ആ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് തിരിച്ചു. നടന്ന സംഭവം വിശ്വസിക്കാനാവാതെ ഇപ്പോഴും ആ മതിലിൽ ചാരിയിരിക്കുകയാണ് സ്റ്റീവൻ ചാപ്മാൻ. അയാൾ കണ്ട കാഴ്ച അയാൾ എങ്ങനെ വിശ്വസിക്കുക? വൈറ്റ് ടൈഗർ ഗിൽഡ് ഇവിടെ സ്വിൻഡനിലെ ഏറ്റവും വലിയ ടീമാണ്. അവരെ കവച്ചു വെക്കാൻ കഴിയുന്ന മാർഷൽ ആർട്ടിസ്റ്റുകൾ സിൻഡനിൽ ഇല്ല എന്ന് തന്നെ പറയാം. ആ ടീമിന്റെ സർവസ്വമായ ഓംനിപോട്ടന്റ് എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന സാക്ഷാൽ ഡ്രാക്കോ മലോറിയാണ് ഇത് ഡസ്റ്റിൻ റയസിനോട് തോറ്റ് തുന്നമ്പാടി വാലും മടക്കി ഓടിയിരിക്കുന്നത്. ശരിക്കും അമ്പരപ്പോടെ ഡസ്റ്റിനെ തന്നെ നോക്കുന്ന സ്റ്റീവൻ ചാപ്മാന്റെ അടുത്തേക്ക് നടന്നെത്തിയ ഡസ്റ്റിൻ പോക്കറ്റിൽ നിന്ന് ഒരു ചുവന്ന ടാബ്ലറ്റ് എടുത്ത് സ്റ്റീവന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. സ്റ്റീവൻ ഇതും കഴിച്ചു. കേട്ട മാത്രയിൽ സ്റ്റീവൻ അതങ്ങ് വിഴുങ്ങി. ആ ടാബ്ലറ്റ് സ്റ്റീവന്റെ വായിലൂടെ വയറിലേക്ക് എത്തിയതും ഒരു വല്ലാത്തൊരു ഊർജ പ്രസാരണം അയാളുടെ വയറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതുപോലെ അയാൾക്ക് തോന്നുകയാണ്. ശരിക്കൊരു ഉന്മേഷം അയാളുടെ ശരീരം മുഴുവൻ ഉണ്ടായതുപോലെ. ആ ഉന്മേഷം ശരീരം മുഴുവൻ വ്യാപിക്കുമ്പോൾ അയാൾക്ക് തന്നെ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. അയാളുടെ ശരീരത്തിലേറ്റ മുറിവുകൾ ഒന്നൊന്നായി കരിഞ്ഞു തുടങ്ങുകയാണ്. ഇൻസ്റ്റന്റ് ഹീലിങ്ങിനുള്ള ഒരു മരുന്നാണ് ഇത് അയാൾ കഴിച്ചിരിക്കുന്നത്. സ്റ്റീവനോടായി ഡസ്റ്റിൻ പറഞ്ഞു, സ്റ്റീവൻ, ഈ മരുന്ന് നിന്റെ ആന്തരിക മുറിവുകൾ മുഴുവൻ കരിക്കും, പുറത്തുള്ളതും വേഗം മാറും. നാളെ വൈകുന്നേരം ആകുമ്പോൾ നീ ഓക്കെ ആവും. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഡസ്റ്റിൻ കുറച്ചേറെ ഗുളികൾ സ്റ്റീവന്റെ കയ്യിലേക്ക് വെച്ചു. ഈ ഗുളികൾ നിന്റെ കൂടെയുള്ള എല്ലാവർക്കും കൊടുക്കുക, എല്ലാവരുടെ പരിക്ക് മാറട്ടെ. ഡസ്റ്റിൻ റിയാസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആ അമൂല്യമായ മരുന്ന് അവന്റെ ശരീരത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മാറ്റത്തെക്കുറിച്ച് സ്റ്റീവൻ ചാപ്മാന് നല്ല ധാരണയാണ്. സ്റ്റീവൻ ചാപ്മാൻ തന്റെ കൈ കിട്ടിയ മരുന്ന് ഉടൻ തന്നെ അയാളുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് കൊടുത്തു. അവരൊക്കെ ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നവരാണ്. പെട്ടെന്ന് ആ ടീമിന് ഒരു വല്ലാത്ത അടുപ്പം, ശരിക്കും ഒരു എന്തെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ ഡസ്റ്റിൻ റയാസിനോട് തോന്നുകയാണ്. ഡസ്റ്റിൻ മറ്റൊരു ശൈലിയിലാണ് ഈ രംഗത്തെ കാണുന്നത്. നടാഷ ഹാർമൺ പറഞ്ഞതുകൊണ്ടാണ് ഡസ്റ്റിനെ രക്ഷിക്കാൻ വേണ്ടി അവർ വന്നത്. നടാഷയ്ക്ക് വേണ്ടി അവർ കൊടുക്കാൻ ശ്രമിച്ചത് അവരുടെ സ്വന്തം ജീവനാണ്. ജീവൻ കൊടുത്തും ആളുകളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ അപൂർവമായിട്ടേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹവും അടുപ്പവും ഡസ്റ്റിന് അവരോട് തോന്നിയതാണ്. ഈ സംഭവം കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞു. ഹമ്മറുടെ വസതിയിൽ എഡ്വിൻ ഹമ്മർ പൂമുഖത്ത് ഒരു വാർത്ത കേൾക്കാനായി കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് ലോസൺ ഫ്ലെച്ചർ അങ്ങോട്ട് കയറി വന്നത്. ലോസൺ, എന്തായി? സർ ഹമ്മർ, പ്രശ്നമാണ്. ലോസൺ, എന്താ അങ്ങനെ പറഞ്ഞേ? എന്നെ ഇപ്പോ ഡ്രാക്കോ മലോറി വന്ന് കണ്ടിരുന്നു. ഡ്രാക്കോ വന്നോ? എന്തായി ഡസ്റ്റിന്റെ കേസ്? എന്നെ വന്ന് കാണുമ്പോ ഡ്രാക്കോക്ക് ശരിക്കും പരിക്കുണ്ട്. അങ്ങനെ പറഞ്ഞതിന് ശേഷം ലോസൺ ഫ്ലെച്ചർ നടന്ന കാര്യങ്ങളൊക്കെ അതുപോലെ എഡ്വിനോട് പറഞ്ഞു. സർ ഹമ്മർ, ഡ്രാക്കോയോട് ഡസ്റ്റിൻ ഒരു കാര്യം കൂടി പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തായത്? ഇന്ന് ഉച്ചയ്ക്കകം ടീന ഡാലിയെ കണ്ട് മാപ്പ് പറയണോ? അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അവനിങ്ങ് വരൂന്നാ പറഞ്ഞത്. അവരെന്തായി പറയുന്നത്? അവനെന്താ നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണോ? സർ ഹമ്മർ, കഥ മനസ്സിലാക്ക്. അവൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അതൊരു ചോദ്യമാണ്. വൈറ്റ് ടൈഗർ ഗിൽഡ് സ്വിൻഡനിലെ ഏറ്റവും ശക്തമായ ടീമാണ്. ആ ടീമിനെയാണ് ഡസ്റ്റിൻ നേരിടാനായി അയച്ചത്. അവർക്ക് പോലും ഡസ്റ്റിനെ നേരിടാൻ പറ്റാതിരിക്കുന്ന സാഹചര്യത്തിൽ ഡസ്റ്റിൻ റയസ് ഹമ്മറിന്റെ ആ ബിൽഡിങ്ങിലേക്ക് കയറി വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് ഫ്ലെച്ചർ ചോദിച്ചപ്പോ ആ ചോദ്യത്തിന്റെ അർത്ഥം സാക്ഷാൽ എഡ്വിൻ ഹമ്മർക്കും മനസ്സിലാകുന്നുണ്ട്. ഒന്നാമത്, ഡസ്റ്റിൻ ഒറ്റയ്ക്കല്ല, നടാഷ ഹാർമന്റെ സഹായം അവനുണ്ട്. നടാഷയ്ക്കൊപ്പമുള്ള മുഴുവൻ ബോഡി ഗാർഡുകളും ഡസ്റ്റിനെ സംരക്ഷിക്കാൻ ഉള്ളിടത്തോളം കാലം ഡസ്റ്റിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ലോസൺ ഫ്ലെച്ചർ അക്കാര്യം എഡ്വിനോട് വ്യക്തമാക്കിയപ്പോ എഡ്വിൻ ലോസൺ ഫ്ലെച്ചറോട് ചോദിച്ചു, നമ്മൾ എന്ത് ചെയ്യും? എഡ്വിൻ, ഇവിടെയാണ് ബുദ്ധി ഉപയോഗിക്കേണ്ടത്. ഡസ്റ്റിന്റെ സപ്പോർട്ട് നടാഷയാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ സപ്പോർട്ട് അങ്ങ് വെട്ടണം. നീ പറയുന്നത്? അതെ, നടാഷയുമായി നമ്മൾ ടൈപ്പ് ഉണ്ടാക്കണം. അവള് സമ്മതിക്കൂ? വിളിക്ക്, ശ്രമിച്ചു നോക്കാലോ. കേൾക്കേണ്ട താമസം എഡ്വിൻ ഹമ്മർ ഫോണെടുത്ത് നടാഷ ഹാർമനെ വിളിച്ചു. നടാഷയോട് എഡ്വിൻ ഹമ്മർ സംസാരിക്കുന്നത് അടുത്ത് നിൽക്കുന്ന ലോസൺ ഫ്ലെച്ചർ കൃത്യമായി കേൾക്കുന്നുണ്ട്. നടാഷ, ഹെക്ടർ ന്യൂമാക്സ് ഞങ്ങൾ ഇതാ റിലീസ് ചെയ്യാൻ പോവുകയാണ്.
ഹെക്ടർ ന്യൂമാസ് നമുക്ക് ഒന്നിച്ച് റിലീസ് ചെയ്താലോ? നടാഷ ലാഭത്തിൽ ഒരു നല്ല പങ്ക് നടാഷയ്ക്ക് തരാം. നടാഷ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, ആ ഡസ്റ്റിനെ നിങ്ങളുടെ ടീമിൽ നിന്ന് ഒഴിവാക്കണം. ഡസ്റ്റിനെ ഒഴിവാക്കിയാൽ ഹെക്ടർ ന്യൂമാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ പങ്ക് ഹാമർ ഫാർമസ്യൂട്ടിക്കൽസിലൂടെ നൽകാമെന്ന് എഡ്വിൻ ഹാമർ പറഞ്ഞപ്പോ മറുഭാഗത്തുനിന്ന് എന്തോ പറയുന്നതും ഫോൺ കട്ടാകുന്നതും ലാസൺ ഫ്ലെച്ചർ കണ്ടു. ഫോൺ കട്ടായതും ലാസൺ എഡ്വിനോട് ചോദിച്ചു, അവൾ എന്താ പറഞ്ഞേ? അവൾ എന്നോട് പറയുക പോയി പണി നോക്കാൻ. നടാഷ ഹാർമണെ സ്വാധീനിക്കാനുള്ള എഡ്വിൻ ഹാമറുടെ ശ്രമം ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. ഡസൻ റയസിനെ തള്ളിപ്പറയാൻ നടാഷ തയ്യാറല്ല. നടാഷയെ സ്വാധീനിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായതും എഡ്വിൻ ഫ്ലച്ചറോട് ചോദിച്ചു, നമ്മൾ ഇനി എന്ത് ചെയ്യും? എഡ്വിൻ, ഇനി ഒറ്റ മാർക്കമേ ഉള്ളൂ, ടീന ഡാലി പോയി കാണണം, ടീന ഡാലിയോട് മാപ്പ് പറയണം. മിസ്റ്റർ ലാസൺ എന്തായി പറയുന്നത്? ഹമ്മർ കുടുംബത്തിൽ ഒരാള് എങ്ങനെ പോയി മാപ്പ് പറയുക? അങ്ങനെ പറഞ്ഞാൽ നാട്ടുകാർ എന്ത് കരുതും? നമ്മുടെ മാനം എന്താവും? എഡ്വിൻ, നമ്മൾ നോക്കേണ്ടത് അഭിമാനമല്ല, സമയമാണ് വേണ്ടത്. നമുക്ക് കുറച്ച് സമയം വേണം. 2 ദിവസം കഴിയുമ്പോൾ ഹെക്ടർ ന്യൂമാസ് നമ്മൾ റിലീസ് ചെയ്യുമല്ലോ, അതോടുകൂടി ഹാർമൺ കുടുംബം അവസാനിക്കും. അവർ തീർന്നാൽ പിന്നെ ഡസ്റ്റിനെ നമുക്ക് ഒതുക്കാൻ മറ്റെന്തെങ്കിലും മാർഗം ഉണ്ടാക്കാം. ലോസൺ ഫ്ലെച്ചർ അയാളുടെ മനസ്സിലെ ആശയങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോ പെട്ടെന്ന് ഒരു സെർവന്റ് ഓടി അങ്ങോട്ട് വന്നു. സാർ, എന്താടാ? സർ, ടിന മാഡം അപകടത്തിലാണ്, ഹോസ്പിറ്റൽ അവരുടെ വീടിന് അടുത്ത് തന്നെയാണ്. അയാൾ അങ്ങനെ പറഞ്ഞതും ലോസൺ ഫ്ലെച്ചറും എഡ്വിൻ ഹമ്മറും അയാളുടെ കൂടെ ഓടി. ഏതാനും മിനിറ്റിൽ കഴിഞ്ഞതും അവർ ഹമ്മർ ഹോസ്പിറ്റൽ ഓടിയെത്തി. ഹമ്മറിന്റെ ഹോസ്പിറ്റലിലെ ആ VIP റൂമിൽ ഇപ്പോ സാക്ഷാൽ ടിന ഹമ്മർ കിടക്കുകയാണ്. ടിനയുടെ അടുത്ത് ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അവർ ധൃതി പിടിച്ച് ടിനയെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എഡ്വിൻ ഹമ്മർ ഓടി ടിനയുടെ അടുത്തെത്തിയതും എഡ്വിൻ ഡോക്ടർ ചോദിച്ചു, എന്താ? സർ, ഹമ്മർ, ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ടിനയ്ക്ക് നമുക്ക് മനസ്സിലാകാത്ത എന്തോ അസുഖം കൂടി ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകാത്ത അസുഖമോ? സർ, ഹമ്മർ, ടിനയുടെ ബോഡിയിൽ ചില ലോക്കുകൾ കാണുന്നു. ബോഡിയിൽ ലോക്കോ? നിങ്ങൾ എന്തായി പറയുന്നേ? സർ, ആരോ ഒരാൾ ടിനയുടെ ഈ ഭാഗത്ത് തൊട്ടിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ടിനയുടെ ആ വയറിന്റെ ഭാഗം തൊട്ട് കാണിക്കുകയാണ്. ടിനയുടെ വയറിന്റെ ഭാഗത്ത് കൃത്യമായും 2 വിരലുകൾ കുത്തി ഇറക്കിയതുപോലെ ഒരു അടയാളം കാണാം. വയറിന്റെ ഭാഗത്ത് 3 സ്ഥലത്തായിട്ടാണ് ആ അടയാളം കാണുന്നത്. സർ, ഇത് 3ഉം ലോക്കാണ്. ലോക്കോ? എനിക്ക് നിങ്ങൾ ഈ പറയുന്നത് മനസ്സിലാകുന്നില്ല. സർ, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സർ, ഈ ലോക്ക് ഇട്ടാൽ വിചാരിച്ചാൽ ഈ ലോക്ക് തുറക്കാൻ പറ്റും. ലോസൺ ഫ്ലെച്ചറും എഡ്വിൻ ഹമ്മറും ഡോക്ടർ പറഞ്ഞ ആ മറുപടി കേട്ട് പെട്ടെന്ന് നിശബ്ദരായി. ഡോക്ടർ പറഞ്ഞതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ. ടിന ഹമ്മറെ ആ ശൈലിയിൽ കിടത്തിയിരിക്കുന്നത് ഡസൻ റയസ് ആണ്. ഡസൻ റയാസ് ഒരു പ്രത്യേക ശൈലിയിലുള്ള ലോക്ക് അവളുടെ ബോഡിയിൽ സൃഷ്ടിച്ചിരിക്കുകയാണ്, അവന്റെ കൈവിരലുകൊണ്ട്. ശരിക്കും മർമാണി ചികിത്സ അറിയാവുന്ന ആളുകൾ കാണിക്കുന്ന ഒരു ടൈപ്പ് ഒരു വിദ്യയാണ്. ആ ലോക്ക് ശരിയായി ഇളക്കിയെടുത്തില്ലെങ്കിൽ ആ ആൾക്ക് അപകടം വരും. ടിനയുടെ പുറത്ത് 3 ലോക്കാ ഇട്ടിരിക്കുന്നത്. ആ ലോക്കുകൾ അവളുടെ വയറിനകത്തുള്ള കുടലുകളെ ശരിക്കും ഒരു വല്ലാത്ത ശൈലിയിൽ മുറുക്കിയിരിക്കുകയാണ്. ആ ലോക്കുകൾ ഏതാണ്ട് പ്രവർത്തിച്ചു തുടങ്ങിയാണ്. അതിൻ്റെതായ ഒരു ഫലം ഇപ്പൊ ടിനയുടെ ബോഡിയിൽ അനുഭവപ്പെട്ടു തുടങ്ങി. ആ ലോക്ക് അഴിക്കുന്നതിൽ കാലതാമസം വരികയാണെങ്കിൽ ടിനയുടെ ശരീരത്തെ അത് ശരിക്കും ബാധിക്കും. ഒരു 12 മണിക്കൂർ കൂടിയേ പരമാവധി ടിനയ്ക്ക് പിടിച്ചിരിക്കാൻ പറ്റൂ. അതിനിടയിൽ ലോക്ക് അഴിച്ചില്ലെങ്കിൽ ടിനയുടെ കുടലുകളുടെ പ്രവർത്തനം പൂർണ്ണമായും തകരാറിലാവും. കഴിക്കുന്ന ആഹാര സാധനങ്ങൾ ഒന്നും ഒരു ശൈലിയിലും പ്രവർത്തിക്കില്ല. കുടലാണ് ലോക്കായിരിക്കുന്നത്. കേട്ടുകേൾവി ഇല്ലാത്ത ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. ശരിക്കും മിടുക്കനായ ഒരു ഡോക്ടർ വളരെ ബുദ്ധിപൂർവ്വം ഒരു ലോക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ്. 1 അല്ല 3 ലോക്കുകൾ. ആ ലോക്ക് ഇളക്കണമെങ്കിൽ ഡസൻ റയാസ് തന്നെ വിചാരിക്കണം. ഡസൻ വിചാരിക്കണമെങ്കിൽ ഡസൻ പറഞ്ഞ കാര്യം നടക്കണം. ഈ സമയത്ത് ടിനയ്ക്ക് ബോധമുണ്ട്. ടിന ഡാലിയ നിക്കോൾസിനെ പോയി കണ്ട് ഡാലിയോട് മാപ്പ് പറയണം. അങ്ങനെ പറഞ്ഞാൽ മാത്രമേ ഡസ്റ്റിൻ ടിനയുടെ ബോഡിയിൽ അവനിട്ട ലോക്കുകൾ ഇളക്കുകയുള്ളൂ. കഥ ഇപ്പൊ വളരെ വ്യക്തമാണ്. ഈ സമയത്ത് ടിനയുടെ അവസ്ഥ വളരെ രസകരവുമാണ്. അവളുടെ 2 കൈകളിലും പ്ലാസ്റ്റർ ഉണ്ട്, 2 കാലിലും പ്ലാസ്റ്റർ ഉണ്ട്. ഒരു പ്ലാസ്റ്റർ രൂപം ആ ബെഡിൽ കിടക്കുകയാണ്. ബാക്കി ബോഡിയൊന്നും കുഴപ്പമില്ല. പക്ഷെ വയറ് ഏതാണ്ട് ചുരുങ്ങിക്കൂടിയിരിക്കുകയാണ്. വയറിൽ കെട്ടിയതുപോലെ 3 ലോക്കാണ്. ആ ലോക്കുകളുടെ ശക്തി സമയം മുന്നോട്ട് പോകുന്നതും കൂടിക്കൂടി വരികയാണ്. ആ ലോക്കുകളുടെ ശക്തി കൂടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് അവളുടെ ശരീരം മുഴുവൻ അനുഭവിച്ചു തുടങ്ങുകയാണ്. ഹമ്മർ ഹോസ്പിറ്റലിൽ കഥ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ സിറ്റി ഹോസ്പിറ്റലിൽ VIP മുറിയിൽ ഡാലിയ നിക്കോൾസൺ കണ്ണു തുറന്നിരിക്കുകയാണ്. അവിടെ ചുറ്റും അവളുടെ എല്ലാ ബന്ധുക്കളുമുണ്ട്. ജൂലി അംബേഴ്സണും അവിടെയുണ്ട്. സകലർക്കും ഡാലിയ കണ്ണു തുറന്ന് കണ്ടപ്പോൾ ശരിക്കും ആശ്വാസമായി.
ഇപ്പോഴും പക്ഷേ ഡാലിയുടെ മുഖത്ത് ക്ഷീണമുണ്ട്. കയ്യിലും കാലിലും ഒക്കെ പരിക്കുണ്ട്. മുഖം വിണ്ട് കീറിയിട്ടുണ്ട്. മുഖത്ത് ശരിക്കും പാച്ച് വർക്കൊക്കെ ചെയ്തിരിക്കുകയാണ്. സുന്ദരമായ മുഖമാണ് ഡാലിയുടെ പ്രത്യേകത. ആ മുഖമാണ് ടിന ഹമ്മർ അടിച്ചും ഇടിച്ചും ഒരു പരുവമാക്കിയത്. ഡാലിയൻ നിക്കോൾസൺ കണ്ണു തുറന്ന ആ സമയത്താണ് ഡാലിയുടെ സെക്രട്ടറി അങ്ങോട്ട് ഓടി വന്നത്. അവിടെ ഒരു കാര്യം അറിയിക്കാനാണ് വന്നത്. ഡാലിയ, ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? നിക്കോൾസൺ കുടുംബത്തെ ബാൻ ചെയ്തിരിക്കുകയാണ്. നിക്കോൾസൺ കുടുംബത്തെ ബാൻ ചെയ്തെന്നു? ആര്? എന്ത്? എപ്പോ? ചോദ്യങ്ങൾ പറവറ വരികയാണ്. സർ, ഹമ്മറുടെ കുടുംബമാണ് നമ്മൾ ബാൻ ചെയ്തത്. സ്വിൻഡനിലെ നമ്പർ 1 കുടുംബമായ ഹമ്മർ അവരുമായി കണക്ട് ചെയ്തിരിക്കുന്ന മുഴുവൻ ഇൻഡസ്ട്രികളോടും നിക്കോൾസൺ കുടുംബത്തിൽ നിന്ന് അകലം പാലിക്കാൻ ആവശ്യപ്പെട്ടുവെന്നാണ് ഡാലിയുടെ സെക്രട്ടറി റിപ്പോർട്ട് ചെയ്തത്. പെട്ടെന്ന് തന്നെ ജെയിംസ് കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്തു. ശരിയാണ്, വാർത്ത സത്യമാണ്. നിക്കോൾസൺ കുടുംബത്തെയും നിക്കോൾസൺ കുടുംബത്തിന്റെ ക്വിൻഡൻ ഗ്രൂപ്പിനെയും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ ഹമ്മർ തീരുമാനിച്ചിരിക്കുകയാണ്. നിക്കോൾസൺ കുടുംബത്തെ പൂർണ്ണമായും ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കാനുള്ള ഒരു നടപടി, അതാണ് ഹമ്മർ തുടങ്ങി വെച്ചിരിക്കുന്നത്. ഇത് എപ്പോഴാണ് സംഭവിച്ചത്? ഇത് രാത്രി മുതൽ സംഭവിച്ചിരുന്നു. അപ്പോഴാരും ശ്രദ്ധിച്ചില്ല. തലേ ദിവസമാണ് ഹമ്മർ ആ തീരുമാനം എടുത്തത്. ആ തീരുമാനം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ആയപ്പോഴാണ് ഡാലിയുടെ സെക്രട്ടറിയുടെ ശ്രദ്ധയിൽ അത് പെട്ടതെന്ന് മാത്രം. പല സ്ഥലത്തും അവരുടെ ബിസിനസ് ഒന്ന് സ്ട്രക്കായപ്പോഴാണ് അവൾ കാര്യം തിരക്കുന്നത്. അപ്പോഴാണ് അവൾ അറിഞ്ഞത് ഹമ്മറുടെ ഒരു ബോയ്ക്കോട്ട് ആഹ്വാനം അവരുടെ സ്ഥാപനത്തിനെ കണക്ട് ചെയ്തുകൊണ്ടെന്ന്. നിക്കോൾസൺ കുടുംബത്തിനെയും ക്വിൻഡൻ ഗ്രൂപ്പിനെയും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത പോലെയായി. കഥ അങ്ങനെ മുന്നോട്ട് പോയാൽ അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ക്വിൻഡൻ ഗ്രൂപ്പ് മൂക്കുകുത്തും. നിക്കോൾസൺ കുടുംബവുമായി ബന്ധപ്പെട്ട സകലരും പാപ്പരാകും. സകലർക്കും ആ ധാരണയുണ്ട്. എല്ലാവരും അന്തവിട്ട് നിൽക്കുമ്പോൾ ജൂലി പറഞ്ഞു, ഇതിനൊക്കെ കാരണം ആ ഡസ്റ്റിനാണ്. ഡസ്റ്റിനോ? അതെ, ആ ഡസ്റ്റിൻ ടിനയെ അടിച്ചതുകൊണ്ടാണ് ടിനയുടെ അച്ഛൻ നമ്മളെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയത്. ഷേ, ഈ ഡസ്റ്റിൻ എന്താ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഡസ്റ്റിൻ ടിനയെ അടിച്ചതിന് നിക്കോൾസൺ കുടുംബം എന്ത് പറ്റി? ഡസ്റ്റിനുമായി നമുക്കൊരു ബന്ധമില്ലല്ലോ. നിക്കോൾസൺ കുടുംബവുമായി ബന്ധമില്ലാത്ത ഒരാളാണ് ഡസ്റ്റിൻ റയസ്. ആ ഡസ്റ്റിൻ റയാസ് ഹമ്മറുടെ മകൾ ടിന ഹമ്മറെ തല്ലിയതിന് നിക്കോൾസൺ കുടുംബം എന്ത് പിഴച്ചു? അതാണ് ഫ്ലോറൻസ് ചോദിക്കുന്നത്. ആ ചോദ്യം ജെയിംസും ആവർത്തിക്കുകയാണ്. ഇവനെ കൊണ്ട് തോറ്റു, ഇവൻ നമ്മളെ നശിപ്പിച്ചടങ്ങും തീരുമാനിച്ചിരിക്കുകയാണ്. സകലരും ആ ശൈലിയിൽ ഡസ്റ്റിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സാക്ഷാൽ ഡസ്റ്റിൻ റയസ് ആ മുറിയിലേക്ക് കടന്നു വരുന്നത്. ഡസ്റ്റിനെ കണ്ടതും ദേഷ്യം കൊണ്ട് ചുവന്നു പോയ ഫ്ലോറൻസ് അതിശക്തമായി തറയിൽ ആഞ്ഞു ചവിട്ടിട്ട് ഉറക്കെ ഡസ്റ്റിനോട് ചോദിച്ചു, ഡസ്റ്റിൻ, നീ ഞങ്ങളെ കൊലക്ക് കൊടുത്തു അല്ലേ? പെട്ടെന്നുള്ള ആ പൊട്ടിത്തെറി ഡസ്റ്റിനെയും ശരിക്കൊന്ന് അമ്പരപ്പിച്ചു. ഡസ്റ്റിൻ ഫ്ലോറൻസിനോട് ചോദിച്ചു, ആന്റി, ആന്റി, ഞാൻ ആരുടെ ആന്റി? നീ കാണിച്ചു കൂട്ടുന്നത് മുഴുവൻ ഞങ്ങളിലെ ഉത്തരം പറയേണ്ടി വരുന്നത്. അതെ ഡസ്റ്റിൻ, നീ കാണിക്കും മുഴുവൻ തെമ്മാടിത്തരമാണ്. ജെയിംസ് കൂടെ പിടിക്കുകയാണ്. സകലരും പെട്ടെന്ന് ഡസ്റ്റിനോട് പൊട്ടിത്തെറിച്ചു തുടങ്ങി. സകലരും അവരുടെ അതുവരെയുള്ള മുഴുവൻ ദേഷ്യവും പ്രകടിപ്പിക്കാൻ കിട്ടിയ ഒരു അവസരമായി ആ അവസരത്തെ കാണുകയാണ്. ഡസ്റ്റിൻ ഒന്നും മിണ്ടാതെ ഡാലിയുടെ മുഖത്ത് നോക്കിയപ്പോ ഡാലിയ ഡസ്റ്റിനോട് ചോദിച്ചു, ഡസ്റ്റിൻ, എന്താ ഇത്? ഡസ്റ്റിൻ എന്തിനാ ടിനയെ തല്ലിയത്? അത് കേട്ടതും ഡസ്റ്റിൻ ഡാലിയോട് പറഞ്ഞു, ഡാലിയ, ഞാൻ ഒരാളെയും വെറുതെ തല്ലില്ല. എന്റെ കയ്യിൽ നിന്ന് തല്ലു വാങ്ങിയവർ എന്നോട് ഉടക്കിയവരാണ്. ഡാലിയൻ നിക്കോൾസനെ തല്ലിയത് കൊണ്ടാണ് താൻ ടിന ഹമ്മറെ തല്ലിയതെന്ന് ഡസ്റ്റിൻ പറഞ്ഞില്ലെന്ന് മാത്രം. അങ്ങനെ പറയാതെ ഡസ്റ്റിൻ ഒരു പ്രത്യേക ശൈലിയിൽ മറുപടി പറഞ്ഞപ്പോ ഫ്ലോറൻസ് ഡസ്റ്റിനോട് ചോദിച്ചു, നിന്നോട് ഉടക്കിയാൽ നീ ആരെ തല്ലുവോ? ആ, എന്നെ ചൊടിപ്പിച്ചാൽ ചിലപ്പോൾ ഞാൻ തല്ലും. ഡസ്റ്റിന്റെ വാക്കുകൾക്ക് വല്ലാത്തൊരു മൂർച്ചയുണ്ട്. ഡസ്റ്റിൻ, നിങ്ങൾ എന്താ ഇങ്ങനെ? ഡാലിയ അറിയാതെ ചോദിച്ചു പോവുകയാണ്. നിങ്ങൾ എന്തിനാ ആളുകളെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്? ആളുകളെ എന്തിനാ ദേഷ്യം പിടിപ്പിക്കുന്നത്? നീ കുറച്ച് സംയമനം പാലിച്ചുകൂടെ? ഡാലിയ, നിന്നെ ഒരാളെ തല്ലിയെന്നറിഞ്ഞാൽ ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? ഡാലിയ നിക്കോൾസനോടുള്ള ഡസ്റ്റിൻ റയാസിന്റെ ചോദ്യം വളരെ വളരെ വ്യക്തമായ ചോദ്യമാണ്. ഡാലിക്ക് അറിയാം, ഡാലിയ ആരെങ്കിലും തൊട്ടാൽ ഡസ്റ്റിൻ ഇടപെടുമെന്ന്. അത് തന്നെയാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. ഡാലിയെ തൊട്ടത് ടിന ഹമ്മർ ആയാലും സകൽ ചക്രവർത്തി ആയാലും ഡസ്റ്റിൻ ഇടപെടുമെന്ന് ഡാലിക്ക് അറിയാം. അതാണ് ഡസ്റ്റിൻ. ഡസ്റ്റിനെ അവൾ ഇന്നും ഇന്നലെ കാണുന്നതല്ലോ. പക്ഷെ ഇപ്പോ ഡസ്റ്റിന്റെ ആ ഇടപെടൽ അവളുടെ സർവസ്വമായ ക്വിൻഡൻ ഗ്രൂപ്പിനെ പൊളിച്ചടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഡാലിയ ആലോചിച്ചപ്പോ ഡാലിയ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, പക്ഷെ ആ കാര്യം നമുക്ക് എല്ലാവർക്കും പ്രശ്നമായിരിക്കുകയല്ലേ? അത് കേട്ടതും ഡസ്റ്റിൻ ഡാലിയോട് പറഞ്ഞു, ഡാലിയ, അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. എല്ലാ പ്രശ്നങ്ങളും ഇപ്പൊ തീരും. ഡസ്റ്റിൻ എന്താ ഈ പറയുന്നത്? എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നോ? നീ എന്തറിഞ്ഞിട്ടായി സംസാരിക്കുന്നത്? നമ്മുടെ നിക്കോൾസൺ കുടുംബത്തിനെ ഹമ്മർ കുടുംബം ബാൻ ചെയ്തിരിക്കുകയാണ്. ജെയിംസ്, ഞാൻ പറഞ്ഞല്ലോ, അതെല്ലാം സോൾവ് ആവും. എന്ത്? എങ്ങനെ സോൾവ് ആവുമെന്ന് നീ സോൾവ് ചെയ്യൂ. അതേ തന്നെ അത് സോൾവ് ചെയ്യാൻ നീ ആരാ? ആളുകളെ തല്ലാനല്ലാതെ നിന്നെ കൊണ്ട് എന്തു പറ്റും? പക്ഷെ ഇതേ കമ്പനിയും ബിസിനസ്സും ഒക്കെയാണ്. ആരെക്കുറിച്ച് വല്ലതും നിനക്ക് അറിയാവോ? ജെയിംസും ഫ്ലോറൻസും അങ്ങനെ തറ തൊടാതെ കത്തിക്കുമ്പോൾ പെട്ടെന്ന് അകത്തേക്ക് ഒരാൾ ഓടി വന്നു. നിക്കോൾസൺ കുടുംബത്തിലെ ഒരു സെക്യൂരിറ്റിക്കാരനാണ് ഓടി വന്നത്. വന്ന ആള് ഉറക്കെ പറഞ്ഞു,
സാർ പ്രശ്നമാണ്. എന്ത് പ്രശ്നം? സാർ ഹമ്മർ കുടുംബത്തിൽ നിന്ന് ആളുകൾ വരുന്നു. ഹമ്മർ കുടുംബത്തിൽ നിന്ന് ആളുകൾ അങ്ങോട്ട് വരുന്നു എന്ന് കേട്ടതും ഒരു വിറയിൽ തന്നെ അതിനകത്തുള്ള മുഴുവൻ ആളുകൾക്കും ഉണ്ടാവുകയാണ്. ഹമ്മർ കുടുംബം പ്രതികാരം ചെയ്യാനായി ആ ഹോസ്പിറ്റലിന്റെ 3ാം നിലയിലുള്ള ആ VIP വാർഡിലേക്ക് വരികയാണ്. അക്കാര്യം ഏതാണ്ട് ഉറപ്പാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ആളുകൾ അങ്ങനെ സ്തംഭിച്ച് നിൽക്കുമ്പോൾ ഒരു ടീം അങ്ങോട്ട് കടന്നു വന്നു. ആ ടീമിന്റെ ഏറ്റവും മുന്നിലുള്ളത് സാക്ഷാൽ ടിന ഹമ്മറാണ്. ടിന ഹമ്മർ ഒരു വീൽ ചെയറിൽ ഇരിക്കുകയാണ്. വീൽ ചെയറിൽ ഇരിക്കുന്ന ടിന ആ മുറിക്കുള്ളിലേക്ക് കടക്കുമ്പോൾ സകലരുടെ ശ്രദ്ധ ആ വീൽ ചെയറിൽ ഇരിക്കുന്ന ടിനയിലാണ്. ടിന ഹമ്മർ വളരെ ക്രൂരമായിട്ടാണ് ഡാലിയ നിക്കോൾസിനെ തല്ലിയത്. സ്വാഭാവികമായിട്ടും ഡാലിയ നിക്കോൾസിന്റെ മുൻ ഭർത്താവ് കൂടിയായ ഡസ്റ്റിൻ പ്രതികാരം ചെയ്തതാണ്. ഡസ്റ്റിന്റെ പ്രതികാരത്തിന് വിധേയയായ ടിന ഹമ്മറെയാണ് ഇപ്പൊ ആ വീൽ ചെയറിൽ ആളിൽ കാണുന്നത്. ഇതാണ് കഥയുടെ പശ്ചാത്തലം. ആ പശ്ചാത്തലം ഓർമ്മയുള്ള മുഴുവൻ ആളുകളും ഡസ്റ്റിന്റെ പ്രതികാരത്തിന് വിധേയയായ ടിന ഹമ്മറെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ശരിക്കും അവർ സൂക്ഷിച്ചു നോക്കുകയാണ്. കാരണം അവർ കാണുന്നത് വീൽ ചെയറിൽ 2 കൈകളും 2 കാലും പൂർണ്ണമായും പ്ലാസ്റ്റർ ഇട്ട ഒരു സ്ത്രീയാണ്. ഒരു സ്ത്രീയാണ് അതിലിരിക്കുന്നത് ഉറപ്പാണ്. ആ സ്ത്രീയുടെ മുഖത്തേക്ക് വല്ലാത്തൊരു അമ്പരപ്പോടെ ഫ്ലോറൻസും കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ നോക്കുകയാണ്. ആ സ്ത്രീയുടെ മുഖമെന്ന് പറയുന്ന ഭാഗത്തേക്കാണ് അവരൊക്കെ നോക്കുന്നത്. അതെ, മുഖം എന്ന് പറയാൻ കഴിയുന്ന ഒരു ഭാഗമേ അവിടെ ആ കഴുത്തിന് മുകളിലുള്ളൂ. കഴുത്തിന് മുകളിലുള്ള ആ ഭാഗം ഒരു പന്നിയുടെ തല പോലെ ഇരിക്കുകയാണ്. മൂക്ക് വീർത്തിരിക്കുകയാണ്. ചുണ്ടൊക്കെ പൊട്ടിയിരിക്കുകയാണ്. കവളെല്ലാം ശരിക്കും മുറിഞ്ഞ് തൂങ്ങിയിട്ടുണ്ട്. ശരിക്കും പാടുകളുണ്ട്. കണ്ണിന്റെ ഭാഗമായാലും പുരികത്തിന്റെ മുകൾ ഭാഗമാണെങ്കിലും സകലതും പൊട്ടി ഒലിക്കുകയാണ്. മുറിവേൽക്കാത്ത ഏതെങ്കിലും ഒരു ഭാഗം ആ സ്ത്രീയുടെ മുഖത്തുണ്ടോ എന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ടാസ്കായി മാറും. ആ ശൈലിയിലാണ് ആ മുഖം. ആ കാഴ്ച കണ്ട ആ മുറിയിലുള്ള മുഴുവൻ ആളുകളുടെയും ശ്വാസം ഏതാണ്ട് നിലച്ചതുപോലെയായി. ശരിക്കും ഭീതിജനകമാണ് ആ രംഗം. സാക്ഷാൽ ടിന ഹമ്മറുടെ തലതെറിച്ചു പോയ ആ സുന്ദരി മകൾ ഇരിക്കുന്ന ആ കാഴ്ച അവിശ്വസനീയത മാത്രമേ അവർക്കൊക്കെ കാണാൻ പറ്റുന്നുള്ളൂ. ശ്വാസം പിടിച്ച് ആ കാഴ്ച കണ്ട ഫ്ലോറൻസ് ടിന ഹമ്മർ ഒന്ന് നോക്കിയിട്ട് തിരിഞ്ഞ് ഡസ്റ്റിനെ ഒന്ന് നോക്കി. അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ കാഴ്ച. ജെയിംസിന്റെ മുഖത്തും വല്ലാത്ത അമ്പരപ്പാണ്. ജെയിംസിന്റെ മുഖത്ത് മാത്രമല്ല, ആ മുറിയിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളുടെ മുഖത്തും അമ്പരപ്പുണ്ട്. ഡാലിയ നിക്കോൾസൺ അവളുടെ വലതുവശത്ത് നിൽക്കുന്ന ഡസൻ റിയാസിനെയും ഒന്ന് നോക്കി. അവൾക്ക് വേണ്ടിയാണ് ഡസൻ ആ കാഴ്ച ഒരുക്കിയിരിക്കുന്നത്. അവൾക്ക് ഈ കാഴ്ച എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? സ്വിൻഡനിലെ കിരീടം വയ്ക്കാത്ത രാജാവ് എന്ന് വിളിക്കാൻ കഴിയുന്ന ആളാണ് എഡ്വിൻ ഹമ്മർ. ആ എഡ്വിൻ ഹമ്മറിന്റെ മകളെയാണ് ഈ പരുവത്തിൽ ആക്കിയിരിക്കുന്നത്. ആ കാഴ്ചയുടെ അർത്ഥം മനസ്സിലായ ജെയിംസ് പെട്ടെന്ന് മുട്ടുകുത്തി താഴേക്ക് വീണ ജെയിംസ് ഉറക്കെ ടിന ഹമ്മറോട് പറയുകയാണ്, ക്ഷമിക്കണം, ഞങ്ങളോട് ക്ഷമിക്കണം. അങ്ങനെ ആവർത്തിച്ച് പറയാനേ ജെയിംസിന് പറ്റുന്നുള്ളൂ. ജെയിംസിന്റെ ആ ആക്ഷൻ നിക്കോൾസൺ കുടുംബത്തിലെ മുഴുവൻ ആളുകളിലേക്ക് പടർന്നു തുടങ്ങുമ്പോൾ ടിന ഹമ്മർക്കൊപ്പം അവിടെ എത്തിയ ഹമ്മർ കുടുംബത്തിലെ ആളുകൾ അമ്പരപ്പോടുകൂടിയാണ് ജെയിംസിന്റെ ആ ആക്ഷനെ നോക്കിക്കണ്ടത്. പെട്ടെന്ന് ലോസൺ ഫ്ലെച്ചർ ജെയിംസിനോടും അവിടെ നിൽക്കുന്ന ആളുകളോടായി പറഞ്ഞു, സോറി, ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അങ്ങനെ ലോസൺ ഫ്ലെച്ചർ പറഞ്ഞപ്പോ ഫ്ലോറൻസും ആ ഹാളിനകത്തുള്ള മുഴുവൻ ആളുകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി തുടങ്ങി. നിക്കോൾസൺ കുടുംബത്തിനെ ബാൻ ചെയ്തിരിക്കുകയാണ് ഹമ്മർ കുടുംബം. ആ ഹമ്മർ കുടുംബത്തിനെ പ്രതിനിധീകരിച്ചാണ് ആളുകളൊക്കെ അവിടെ വന്നിരിക്കുന്നത്. എന്നിട്ട് അവർ പറയുന്നു നിക്കോൾസൺ കുടുംബക്കാർ അവരെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എന്താണ് ഹമ്മർ കുടുംബം ഉദ്ദേശിക്കുന്നത്? ആ ചോദ്യം അവരുടെയൊക്കെ മനസ്സിലേക്ക് വന്നപ്പോൾ തികച്ചും അത്ഭുതകരമായ ഒരു സംഭവം ഉണ്ടായി. ഹമ്മർ കുടുംബത്തിലെ മുഴുവൻ ആളുകളും സാക്ഷാൽ ലോസൺ ഫ്ലെച്ചർ ഉൾപ്പെടെയുള്ള ആളുകൾ പെട്ടെന്ന് ആ ഹാളിൽ മുട്ടുകുത്തി. ശരിക്കും അമ്പരപ്പിക്കുന്ന വേഗതയിലാണ് അവരെല്ലാവരും മുട്ടുകുത്തിയ ആ ആളുകൾ ഒന്നിച്ച് ഡാലിയ നിക്കോൾസനോട് പറഞ്ഞു, മിസ് നിക്കോൾസൺ, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾക്ക് മാപ്പ് തരണം. കിടക്കയിൽ ചാരി കിടക്കുകയാണ് ഡാലിയ നിക്കോൾസൺ. ഡാലിയ തന്റെ മുന്നിൽ കാണുന്ന കാഴ്ച വിശ്വസിക്കാനാവാതെ അമ്പരപ്പോടുകൂടി ലോസൺ ഫ്ലെച്ചറെയും കൂടെയുള്ള ആളുകളെയും കണ്ണ് മിഴിച്ചു നോക്കുകയാണ്. ലോസൺ ഫ്ലെച്ചർ അവൾക്ക് അറിയാം എഡ്വിൻ ഹമ്മറുടെ വലങ്കയാണ്. ആ എഡ്വിൻ ഹമ്മറുടെ വലങ്കയെ ലോസൺ ഫ്ലെച്ചർ ആരുടെയെങ്കിലും മുന്നിൽ മുട്ടുകുത്തുമെന്ന് അവൾ കേട്ടിട്ട് പോലുമില്ല. ഇപ്പൊ പക്ഷെ അവൾ ഇതാ കാണുകയാണ്, അവളുടെ മുന്നിൽ മുട്ടുകുത്തിയിരിക്കുന്നു. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? ഡാലിയ അങ്ങനെ ചോദിച്ചതും ലോസൺ ഡാലിയോട് പറഞ്ഞു, മിസ് ഡാലിയ, ദയവായി ഞങ്ങൾക്ക് മാപ്പ് തരണം. ഫ്ലോറൻസും ജെയിംസും ജൂലിയും ഉൾപ്പെടെയുള്ള ആ മുഴുവൻ ആളുകളും അമ്പരപ്പെടെ നോക്കുമ്പോൾ വീണ്ടും ലോസൺ ഫ്ലെച്ചറും കൂടുതലുള്ള ആളുകളും അതേ കാര്യം പറയുകയാണ്. മിസ് ഡാലിയ, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾക്ക് മാപ്പ് തരണം. തുടർച്ചയായി അവരെങ്ങനെ ആവശ്യപ്പെട്ടതും ഡാലിയ പെട്ടെന്ന് അവരോട് പറഞ്ഞു, ഓക്കെ, ഞാൻ മാപ്പ് വന്നിരിക്കുന്നു, ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. ഡാലിയ നിക്കോൾസൺ അങ്ങനെ പറഞ്ഞതും ഒരു വല്ലാത്ത ആശ്വാസം ലോസൺ ഫ്ലെച്ചർക്കും കൂടുള്ള ആളുകൾക്കും ഉണ്ടായി. അവരെല്ലാരും സന്തോഷത്തോടു കൂടി
പുറത്തേക്ക് മൂവ് ചെയ്യാണ്. അവരേകദേശം വാതിലിന് അടുത്തെത്തിയപ്പോ പെട്ടെന്ന് ഒരു മുഴക്കമുള്ള ശബ്ദം അവർ കേട്ടു. ഹലോ, അങ്ങനെ പോയാലോ? ആ ശബ്ദം കേട്ടതും പെട്ടെന്ന് എല്ലാവരും സ്ട്രക്ക് ആയതുപോലെ നിന്നു. സംസാരിക്കുന്നത് ഡസൻ റയാസാണ്. ആ ടീം ഒന്നടങ്കം ഡസൻ നേരെ തിരിഞ്ഞതും ഡസൻ അവരോട് പറഞ്ഞു, ഇവിടെ ഇതുവരെയും ടിന മാപ്പ് പറഞ്ഞില്ലല്ലോ. ഡസൻ റയാസിന്റെ ആ ചോദ്യം ഒരു വല്ലാത്ത ഇടിവെട്ടലാണ് അതിനകത്ത് ഉണ്ടാക്കിയത്. ഡസൻ റയാസിന്റെ ആ ചോദ്യം പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഒരു മിന്നലും ഇടിയും വെട്ടുമ്പോ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ഞെട്ടലുണ്ടല്ലോ, ആ ഞെട്ടൽ ആ ഹാളിനകത്ത് മുഴുവൻ ഉണ്ടാക്കുകയാണ്. സാക്ഷാൽ എഡ്വിൻ ഹമ്മറുടെ മകൾ ടിന ഹമ്മർ മാപ്പ് പറഞ്ഞില്ല എന്നാണ് ഡസ്റ്റിൻ പറഞ്ഞത്. ഡസ്റ്റിൻ പറഞ്ഞത് കേട്ടപ്പോ ആ ഹാളിനകത്തുണ്ടായിരുന്ന നെഹോൾസും കുടുംബക്കാർ മാത്രമല്ല, ഹമ്മർ കുടുംബക്കാരും ഏതാണ്ട് സ്ട്രക്ക് ആയതുപോലെയായി. ഒരു നിമിഷം അമ്പരന്ന് പോയെങ്കിലും ജെയിംസ് ഉടൻ പറഞ്ഞു, ഏയ് ഡസ്റ്റിൻ, അതൊന്നും വേണ്ട. ജെയിംസ് അങ്ങനെ പറഞ്ഞപ്പോഴും ഹമ്മർ കുടുംബത്തിലെ മുഴുവൻ ആളുകളും നിശബ്ദരായി ടിനയും ഡാലിയും അതുപോലെ ഡസ്റ്റിനെയൊക്കെ നോക്കുകയാണ്. പെട്ടെന്ന് ലോസ ഫ്ലെച്ചർ നടന്നു വന്ന് ടിനയുടെ അടുത്ത് ചെവിയിൽ എന്തോ പറഞ്ഞു. വളരെ കാര്യമായിട്ട് ലോസ ഫ്ലെച്ചർ ടിനയോട് സംസാരിക്കുകയാണ്. ശരിക്കും ശബ്ദം താഴ്ത്തിയാണ് ടിനയോട് ലോസ ഫ്ലെച്ചർ സംസാരിക്കുന്നത്. ലോസൺ അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞതും ടിന ഡാലിയ നെക്കോൾസിനെ നോക്കി ഡാലിയോടായി പറഞ്ഞു, ക്ഷമിക്കണം ഡാലിയ, ഞാൻ ചെയ്തത് മുഴുവൻ തെറ്റാണ്. ഞാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാ ചെയ്തത്. എന്നോട് ക്ഷമിക്കണം, എനിക്ക് മാപ്പ് തരണം. ഡസൻ വെറുതെ പറഞ്ഞൊരു കാര്യം ടിന കാര്യമായി എടുത്ത് ഇതാ ഡാലിയോട് മാപ്പ് പറയുന്നു. അങ്ങനെ ഒരു തോന്നലാണ് നിക്കോൾസ് കുടുംബത്തിലുള്ളത്. ടിന ഡാലിയ നിക്കോൾസിനോട് മാപ്പ് പറഞ്ഞതും ഡാലിയ ടിനയോട് പറഞ്ഞു, ടിന ഓക്കെ ഓക്കെ ഇറ്റ്സ് ഓക്കെ. ഡാലിയ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് അങ്ങനെയൊക്കെ പറയുന്നത്. ഡാലിയ നിക്കോൾസൺ അങ്ങനെ പറയുമ്പോൾ ലോസൺ ഫ്ലെച്ചറിന്റെ കണ്ണുകൾ ഡസ്റ്റിന് നേരെയാണ്. ഡസ്റ്റിൻ ഒന്ന് ചിരിച്ചു. ഡസ്റ്റിന്റെ മുഖത്തെ പുഞ്ചിരി കണ്ടപ്പോഴാണ് ലോസൺ ഫ്ലെച്ചർക്ക് ഒരു ആശ്വാസമായത്. ലോസൺ ഫ്ലെച്ചർ പെട്ടെന്ന് തന്നെ ടിനയുടെ ആ വീൽ ചെയർ തിരിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. കൂടെ ആ എൻ്റെ ടീമും ഒഴുകി അങ്ങ് പോവുകയാണ്. ആ ടീം ഒഴുകി പോയി കഴിഞ്ഞപ്പോ നെക്കോൾസൺ കുടുംബത്തിലെ മുഴുവൻ ആളുകളും സ്വബോധത്തിലേക്ക് പതുക്കെ മടങ്ങി വന്നു തുടങ്ങി. ഇതുവരെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഒരു സ്വപ്നം പോലെയാണ് അവർക്കൊക്കെ തോന്നിയത്. എഡ്വിൻ ഹമ്മർ അവരുടെ മുറിയിലേക്ക് വരുന്നതും ഡാലിയുടെ മാപ്പ് പറയുന്നതൊക്കെ സ്വപ്നമായിട്ട് മാത്രമല്ലേ അവർക്ക് കാണാൻ കഴിയും. പക്ഷേ സ്വിൻഡനിലെ കിരീടം വയ്ക്കാത്ത രാജാവ് തന്നെയാണ് എഡ്വിൻ ഹമ്മർ. ആ എഡ്വിൻ ഹമ്മറുടെ മകളാണ് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പേ അവിടേക്ക് വന്നതും ഡാലിയോട് മാപ്പ് പറഞ്ഞത്. എങ്ങനെയാ അത് വിശ്വസിക്കുക? സ്വപ്നമായിട്ട് പോലും അതിനെ കാണാൻ ഉള്ള കരുത്ത് അവർക്കാർക്കും ഇല്ല. അപ്പോഴാണ് നേരിട്ട് അവരത് കണ്ടിരിക്കുന്നത്. ഏതാനും മിനിറ്റ് നേരം ആ മുറിയിൽ ഒരു ശബ്ദവുമില്ല. അല്പം കഴിഞ്ഞതും ഡാലിയ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ എന്താ ഇത്? ഡാലിയ ഡസ്റ്റിനോട് അങ്ങനെ ചോദിച്ചതും ജെയിംസും ഫ്ലോറൻസും ഡാലിയോട് പറഞ്ഞു, അതിന് നീ ഡസ്റ്റിനോട് ചോദിക്കുന്നത് എന്തിനാ? അവൻ വിചാരിച്ചതുപോലെ നടക്കൂ, ഇത് മറ്റാരോ ഇടപെട്ടതാണ്. അങ്ങനെ ഫ്ലോറൻസ് പറഞ്ഞു നിർത്തിയ ആ നിമിഷത്തിൽ വാതിൽ തള്ളി തുറന്ന് സാക്ഷാൽ മാറ്റ് ലാനി അകത്തേക്ക് വന്നു. ഹലോ, ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. മാറ്റ് ലാനി ശരിക്കും ആഹ്ലാദത്തോടെയാണ് അങ്ങനെ പറഞ്ഞത്. മാറ്റ് ലാനിയുടെ മുഖത്ത് സന്തോഷം കണ്ടതും ഫ്ലോറൻസ് മാറ്റ് ലാനിയോട് ചോദിച്ചു, മാറ്റ് എന്താ എന്താ? ആന്റി, നെക്കോൾസ് കുടുംബത്തിനെതിരെയുള്ള ബാൻ പിൻവലിച്ചു. നമുക്കിതിനുള്ള ബാൻ പിൻവലിച്ചെന്നോ? നമ്മൾ ബോയ്ക്കോട്ട് നിർത്തിയെന്നോ? അതെ അതെ, ബോയ്ക്കോട്ട് എല്ലാം നിർത്തി, എല്ലാ കാര്യങ്ങളും ശരിയായി. ഞാൻ ഇപ്പൊ വാർത്ത അറിഞ്ഞതേ ഉള്ളൂ. താങ്ക് യു മാറ്റ് ലാനി, താങ്ക് യു. പെട്ടെന്ന് ആ ഗ്രൂപ്പിലെ മുഴുവൻ ആളുകളും മാറ്റ് ലാനിയോട് അങ്ങനെ പറഞ്ഞു പോവുകയാണ്. മാറ്റ് ലാനി ഇടപെട്ട് നിക്കോൾസൺ കുടുംബത്തിനെതിരെയുള്ള ബാൻ പിൻവലിച്ചതാണ്. ഹമ്മർ കുടുംബത്തെ സ്വാധീനിച്ചിരിക്കുന്നത് മാറ്റ് ലാനിയുടെ ലാനി കുടുംബമാണ്. ലാനി കുടുംബം ഇടപെട്ടാണ് ഹമ്മർ കുടുംബത്തിനെ കൊണ്ട് ആ നടപടികൾ പിൻവലിപ്പിച്ചത്. മാറ്റ്, നീ ഞങ്ങളുടെ സുഹൃത്തായതിൽ ഞങ്ങൾക്ക് ശരിക്കും അഭിമാനമുണ്ട്. നീ ഇല്ലായിരുന്നെങ്കിൽ അവരെങ്ങനെയാ ഇവിടെ ഒന്ന് മാപ്പ് പറയുക? മാപ്പ് പറഞ്ഞെന്നോ? ആര്? ഹേയ് മാറ്റ്, നീ വന്ന് അഭിനയിക്കാതെ. ഹമ്മർ കുടുംബത്തിലെ ആ ടിന ഹമ്മറും ടീമും ഇവിടെ വന്നിരുന്നു. അവരിപ്പോ ഇവിടെ മുട്ടുകുത്തി മാപ്പ് പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ. ജെയിംസ് അത് പറഞ്ഞപ്പോ അറിയാതെ ഒരു വിറയിൽ മാറ്റ് ലാനിയുടെ ശരീരത്തിലൂടെ കടന്നു വരികയാണ്. അയാളുടെ ഗേൾഫ്രണ്ടായ ടിന ഹമ്മറുടെ സ്വഭാവത്തെ കുറിച്ച് മാറ്റ് ലാനിക്ക് നന്നായിട്ട് അറിയാം. അവൾ ഒരു സ്ഥലത്തും വഴങ്ങുന്ന ആളല്ല. മാപ്പ് പറയുക എന്നുള്ളത് അവളുടെ ജീവിതത്തിൽ നടക്കാത്ത കാര്യമാണ്. ആ ദുശാഠ്യക്കാരിയായ ടിന ഹമ്മർ, ഹമ്മർ കുടുംബം വളർത്തി വലുതാക്കി പാഴാക്കി കളഞ്ഞ ടിന ഹമ്മർ അവിടെ എത്തി മാപ്പ് പറയുക എന്നൊക്കെ പറഞ്ഞാൽ അസംഭവ്യമായ കാര്യമാണ്. പക്ഷെ അതിവിടെ സംഭവിച്ചു എന്നാണ് നിക്കോൾസ് കുടുംബം പറയുന്നത്. എന്തു പറയണമെന്നറിയാതെ മാറ്റ് ലാനി അന്തവിട്ട് നിൽക്കുമ്പോൾ സകല ആളുകളും കൂടി മാറ്റ് ലാനിയെ പിന്നെയും ഓടിച്ചു തുടങ്ങി. മാറ്റ് ലാനി ഒരു സംഭവം തന്നെയാണ്. മാറ്റ് ലാനി ഇല്ലെങ്കിൽ നിക്കോൾസ് കുടുംബം ഇപ്പൊ വെള്ളത്തിൽ ഒലിച്ചു പോയനെ, ആ ശൈലിയിലാണ് ആളുകൾ പറയുന്നത്. സകലരും അങ്ങനെ മാറ്റ് ലാനിയെ അടിച്ച് പോഴ്ത്തുന്ന കണ്ടതും ഡസ്റ്റിൻ ഉറക്കെ പറഞ്ഞു, ഈ സംഭവത്തിൽ സത്യത്തിൽ ഈ മാറ്റ് ലാനിക്ക് ഒരു ബന്ധവും ഇല്ലെന്ന്.
ആർക്കാ അറിഞ്ഞുകൂടാത്തത്? ഡസ്റ്റിന്റെ ആ സ്റ്റേറ്റ്മെന്റ് ഒരു ചെറിയ സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ ആ സ്റ്റേറ്റ്മെന്റ് ഡസ്റ്റിൻ പറഞ്ഞതും പെട്ടെന്ന് എല്ലാവരും ഒന്ന് നിശബ്ദരായി. സകലരും ഡസ്റ്റിന് നേരെ തിരിഞ്ഞു. ശരിക്കും ആദ്യം അവരുടെ മുഖത്ത് ഒരു അമ്പരപ്പാണ്. ക്രമേണ ആ അമ്പരപ്പ് ദേഷ്യമായി മാറുകയാണ്. വല്ലാത്തൊരു ദേഷ്യം എല്ലാവരുടെ മുഖത്തുമുണ്ട്. ദേഷ്യത്തോടുകൂടി ഡസ്റ്റിനെ എല്ലാവരും നോക്കുമ്പോൾ ഫ്ലോറൻസ് ഡസ്റ്റിനോട് പറഞ്ഞു, ഇടാ നന്ദി വേണം. നിന്നെ ആ ഹമ്മർ കുടുംബത്തിൽ നിന്ന് രക്ഷിച്ചത് ഈ മാറ്റ് ലാനിയാണ്. ആ നന്ദി പ്രകടിപ്പിക്കേണ്ടതിന് പകരം നീ എന്താ അവനെ വില കുറച്ച് കാണുകയാണ്. ഡസ്റ്റിന്റെ സ്റ്റേറ്റ്മെന്റ് ഡാലിയും ലേശം ഒന്ന് വല്ലാതെ അസ്വസ്ഥാക്കിയിട്ടുണ്ട്. ഡാലിയ ഉടൻ ഡസ്റ്റിനോട് ചോദിച്ചു, ഡസ്റ്റിൻ പ്ലീസ് ഇങ്ങനെ സംസാരിക്കരുത്. മാറ്റ് ലാനി ഇടപെട്ടുണ്ടല്ലേ ഡസ്റ്റിന് ഈ വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയത്. എന്നിട്ട് എങ്ങനെയാണ് പെരുമാറുന്നത്? ഡാലിയ അങ്ങനെ ചോദിച്ചതും ഡസ്റ്റിൻ ഡാലിയോടായി പറഞ്ഞു, ഡാലിയ യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിന്റെ കേന്ദ്ര ബിന്ദു തന്നെ ഇവനാണ്. ഡസ്റ്റിൻ എന്താ പറഞ്ഞേ? അതെ, ഇവനാണ് കേന്ദ്ര ബിന്ദു. നിനക്കറിയുമോ, ഇവനും ആ ടിന ഹമറും കമിതാക്കളാണ്. ഇവന്റെ ഗേൾഫ്രണ്ട് ആ ടിനയ്ക്ക് ഒരു ജോഡി കമ്മലുണ്ടായിരുന്നു. അതേ ജോഡി കമ്മൽ അവൻ നിനക്ക് നൽകി. ആ കമ്മലാണ് വിഷയമായത്. കഥ മനസ്സിലായോ? ടിനയുടെ കാമുകനായ ഈ മാറ്റ് ലാനിയെ നീ തട്ടിയെടുക്കുന്നു എന്ന് ടിനയ്ക്ക് തോന്നിയത് കൊണ്ട് ടിന നിന്നെ തല്ലിയത്. സകല പ്രശ്നത്തിന് കാരണക്കാരൻ ഇവനാണ്. ഡസ്റ്റിൻ റയസിന്റെ ആ വാക്കുകൾ മാറ്റ് ലാനിയുടെ പെരുവിരൽ മുതൽ ഒരു വിറയലുണ്ടാക്കുകയാണ്. ഇതാ താൻ പിടിക്കപ്പെട്ടിരിക്കുന്നു. അയാൾ പരിചയപ്പെടുന്ന സുന്ദരിമാരിൽ നിന്ന് പണമുണ്ടാക്കി അടുത്ത സുന്ദരിയെ പരിചയപ്പെടുന്ന ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഒരു പ്ലേ ബോയ് മോഡലിൽ അടിച്ചു പൊളിച്ച് അങ്ങനെ ജീവിക്കുന്ന മാറ്റ് ലാനി ഇതാ പിടിക്കപ്പെടുകയാണ്. അങ്ങനെ ഒരു തോന്നൽ മാറ്റ് ലാനിയുടെ മനസ്സിലുണ്ടായതും ജെയിംസ് ഡസ്റ്റിനോട് പൊട്ടിത്തെറിക്കുകയാണ്. എന്ത് വിഡ്ഢിത്തരമാ താൻ ഈ പറയുന്നത്? മാന്യന്മാരെ അപമാനിക്കുന്നു. ജെയിംസിന്റെ പൊട്ടിത്തെറിക്ക് ഫലമുണ്ടായി. ഫ്ലോറൻസ് തന്റെ തറയിൽ 2 ചാട്ടം ചാടിയിട്ട് ഡസ്റ്റിനോട് പറയാണ്, ഇടാടാ നീ എന്തായി പറഞ്ഞെന്നറിയാമോ? മാറ്റ് ലാനിയെ പോലെ ഒരു മാന്യനെ കാണാൻ പോലും കിട്ടത്തില്ല. അയാൾക്കെതിരെ എന്തും പറയാമോ? ഡാലിയുടെ മുഖത്തും ഏതാണ്ട് അതേ ശൈലിയിലുള്ള ഒരു അമ്പരപ്പാണ്. ഡസ്റ്റിൻ അസൂയയ്ക്ക് ഒരു അതിരുണ്ട് കേട്ടോ. ഡാലിയ നിക്കോൾസൺ ഡസ്റ്റിൻ റയാസിന്റെ മുൻ ഭാര്യയാണ്. ആ ഡാലിയ നിക്കോൾസനെ മാറ്റ് ലാനി പരിചയപ്പെടുന്നതും കമ്പനി അടിക്കുന്നതും കൂട്ടുകൂടാൻ ശ്രമിക്കുന്നതും കണ്ടപ്പോ ഡസ്റ്റിന് ഉണ്ടായ അസൂയ, ആ അസൂയാണ് ഈ ആരോപണത്തിന് പിന്നിൽ. ഡാലിയ നിക്കോൾസൺ അങ്ങനെ പറഞ്ഞതും ഡസ്റ്റിൻ ഡാലിയോട് പറഞ്ഞു, ഡാലിയ ജൂലിയോട് നിൽക്കില്ലേ, സകല സത്യവും അവക്കറിയാം. അവൾ പറയും, സകല സത്യവും ജൂലിക്ക് അറിയാമെന്ന് ഡസ്റ്റിൻ റയസ് പറഞ്ഞപ്പോ എല്ലാവരുടെ കണ്ണുകളിൽ ജൂലിയിലേക്കായി. മാറ്റ് ലാനി നിന്ന് വിറയ്ക്കുകയാണ്. ശരിക്കും അവന് നല്ല ഭയമുണ്ട്. ജൂലി പറയുന്ന വാക്കുകളാണ് അവന്റെ ലൈഫ് തീരുമാനിക്കാൻ പോകുന്നത്. അവനങ്ങനെ അന്തപ്പെട്ട് നിൽക്കുമ്പോൾ ജൂലിക്കും വല്ലാത്ത ഭയമുണ്ട്. ജൂലി അമ്പരപ്പോടുകൂടി ഡസ്റ്റിൻ റയസിനെയും ഡാലിയും മാറ്റിനെയൊക്കെ മാറി മാറി നോക്കിയിട്ട് അവസാനം അവൾ പറഞ്ഞു, അതെ ഞാൻ കണ്ടതാണ്. നീ എന്ത് കണ്ടതാ? ഞാൻ കണ്ടതാണ് ഡസ്റ്റിൻ ടിനയെ തല്ലുന്നത്, അതല്ലാതെ വേറൊന്നും ഞാൻ കണ്ടില്ല. ജൂലി നീ ഉള്ള കാര്യം പറ. ഡസ്റ്റിൻ അവളെ ഭയപ്പെടുത്തുന്നു വേണ്ട. ജെയിംസ് പെട്ടെന്ന് ഡസ്റ്റിനോട് അങ്ങനെ മറുപടിയും പറഞ്ഞു. ജൂലിയെ ഭയപ്പെടുത്തി ഒരു കള്ളസാക്ഷി പറയിപ്പിക്കാനായി ഡസ്റ്റിൻ ശ്രമിക്കുകയാണെന്നുള്ള ഒരു ധ്വനിയാണ് ജെയിംസിന്റെ വാചകത്തിലുള്ളത്. ഡാലിയ ജൂലിയോട് പറഞ്ഞു, ജൂലി നീ ഭയപ്പെടണ്ട, നിന്നെ ആരും ഒന്നും ചെയ്യത്തില്ല. നീ പറഞ്ഞു, ഡാലിയ കസിൻ ഞാൻ എന്താ പറയാൻ, ഞാൻ വേറൊന്നും കണ്ടില്ല. ഞാൻ കാണുമ്പോ ടിന മഥനം പറ്റി കിടക്കുകയാണ്. ആ ടിനയെ ഞാൻ ആ ഹോസ്പിറ്റലിൽ എത്തിച്ചത് അത് മാത്രമേ എനിക്കറിയാവൂ, വേറൊന്നും എനിക്കറിയത്തില്ല. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പോ ജൂലി അംബേഴ്സൺ അവിടെ നടത്തിയിരിക്കുന്നത്. ഡസ്റ്റിൻ റിയാസ് തലേ ദിവസം രാത്രി അവളെ ആ ഹമ്മർ കുടുംബത്തിലെ ഗുണ്ടകളുടെ അടുത്തുനിന്ന് രക്ഷിക്കുമ്പോൾ അവൾ എല്ലാ കാര്യങ്ങളും സമ്മതിച്ചതാണ്. പക്ഷെ ഇപ്പൊ ഇതാ അവൾ വാക്ക് മാറ്റി പറയുകയാണ്. ഡസ്റ്റിന്റെ മുഖത്ത് ശരിക്കും ഒരു അമ്പരപ്പുണ്ട്. ജൂലി ഈ ശൈലിയിൽ വാക്ക് മാറ്റി പറയുമെന്ന് ഡസ്റ്റിൻ തീരെ കരുതിയതല്ല. ആ ഹാളിനകത്തുള്ള ഡസ്റ്റിന് ഒഴികെയുള്ള മുഴുവൻ ആളുകളും ഇപ്പൊ ഏതാണ്ട് ഒരു ടീം ആയതുപോലെയായി. സകലരും ഡസ്റ്റിന് നേരെ തിരിഞ്ഞു. എല്ലാവരും ഡസ്റ്റിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചു തുടങ്ങി. സത്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവനെ പിടിച്ചു കെട്ടി ആ ഹമ്മർ കുടുംബത്തിൽ കൊണ്ട് കൊടുക്കുകയാണ്. അവരുടെ ദേഷ്യം മുഴുവൻ അവർ ഇവനോടാണ് തീർക്കേണ്ടത്. ആ ശൈലിയിലായി ചില സംഭാഷണം. ഇതൊക്കെ കേട്ടപ്പോൾ മാറ്റ് ലാനിക്ക് ഒത്തിരി സന്തോഷമായി. മാറ്റ് ലാനി ആ ആൾക്കൂട്ടത്തിനിടയിലൂടെ മുന്നോട്ട് വന്ന് ഡസ്റ്റിന്റെ നേരെ നിന്നു. ഡസ്റ്റിനോടായി മാറ്റ് ലാനി ചോദിച്ചു, മിസ്റ്റർ ഡസ്റ്റിൻ, ഞാൻ ഏതെങ്കിലും ശൈലിയിൽ നിങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ടോ? നിങ്ങളും ഞാനും തമ്മിൽ ഒരു തരത്തിലുള്ള ശത്രുതയുമില്ല. പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ കുറിച്ച് ഈ കള്ളങ്ങൾ പറയുന്നത്? കള്ളവോ? നിന്നെക്കുറിച്ച് ഞാൻ പറഞ്ഞത് പൂർണ്ണമായി ശരിയാണ്. അത് ശരിയാണെന്ന് നിനക്കും അറിയാം, എനിക്കും അറിയാം. നീ വലതങ്ങ് ജാട കാണിക്കണ്ട. ഡസ്റ്റിൻ അങ്ങനെ പറഞ്ഞതും ഡസ്റ്റിന് മുന്നിലോട്ട് വന്ന മാറ്റ് ഡസ്റ്റിനോട് പറഞ്ഞു, മിസ്റ്റർ ഡസ്റ്റിൻ, മാന്യന്മാരെ അപമാനിക്കുന്നത് അത് നല്ല സ്വഭാവമല്ല. ഞാൻ നിങ്ങൾക്ക് ഒരു തരത്തിലും ദോഷം ചെയ്തിട്ടുള്ള ആളല്ല. മാറ്റ് ലാനി അങ്ങനെ പറഞ്ഞതും ഡസ്റ്റിൻ മാറ്റ് ലാനിയെ ഒന്ന് നോക്കിയിട്ട്
ജൂലിയുടെ നേരെ തിരിഞ്ഞു. ജൂലിയെ നോക്കി ഡസൻ ജൂലിയോടായി പറഞ്ഞു, ജൂലി, നീ എന്താ ചെയ്യുന്നതെന്ന് തിരിച്ചറിഞ്ഞാൽ നിനക്ക് കൊള്ളാം. ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം. നിന്റെ ഈ കസിൻ വല്ലാത്തൊരു അപകടത്തിലേക്ക് നീങ്ങുകയാണ്. നിനക്ക് എന്തെങ്കിലും മനസ്സാക്ഷി ഉണ്ടെങ്കിൽ നീ അവളെ രക്ഷിക്കാൻ ശ്രമിക്കുക. അങ്ങനെ പറഞ്ഞിട്ട് മാറ്റ്ലാനി ഒന്ന് നോക്കി ഡസ്റ്റിൻ വാതിലിന് നേരെ നടന്നു. ഡസ്റ്റിൻ പറഞ്ഞതിന്റെ ഉള്ളിലെ അർത്ഥം തനിക്ക് എതിരാണെന്ന് മനസ്സിലാക്കിയ മാറ്റ്ലാനി പെട്ടെന്ന് ഡസ്റ്റിന് പുറകെ ഓടിച്ചെന്ന മാറ്റ് ഡസ്റ്റിന്റെ ഷോൾഡർ കയറി പിടിച്ചു. ഏയ്, ആരോപണം ഉന്നയിച്ചിട്ട് അങ്ങനെ പോവാനോ? അങ്ങനെ പറഞ്ഞിട്ട് മാറ്റ്ലാനി ഡസ്റ്റിനെ പിടിച്ചെന്ന് തിരിക്കുകയാണ്. തിരിഞ്ഞ ഡസ്റ്റിൻ കൈ ഉയർത്തി ഒരു അടി. പടക്കം പൊട്ടും പോലെ ആ അടി മാറ്റിന്റെ കവിളിൽ പതിഞ്ഞതും അയാളുടെ വായിന്ന് ഒരു കുടം ചൂരയും കൂടെ ഒന്നിന്റെ പല്ലും പുറത്തേക്ക് വന്നു. ശരിക്കും ഒരു അമ്പരപ്പിക്കുന്ന കാഴ്ച. ഈ രംഗത്തിന് സാക്ഷിയായ ഡാലിയ പെട്ടെന്ന് അവിടെ കിടക്കുന്ന ചാടി എണീറ്റ് ഓടി അവരുടെ അടുത്തേക്ക് വന്നു. അവളുടെ കയ്യിൽ ശരിക്കും പരിക്കേറ്റിട്ടുണ്ട്. ആ പരിക്കേറ്റ കൈയുമായിട്ടാണ് അവൾ ഓടി മാറ്റിന്റെയും ഡസ്റ്റിന്റെയും അടുത്തേക്ക് വന്നത്. അവൾ ഓടി എത്തപ്പോഴത്തേക്കും ജെയിംസും ഫ്ലോറൻസും ഒക്കെ ഏതാണ്ട് അടുത്തെത്തിക്കഴിഞ്ഞു. സഹലയുടെ മുഖത്ത് ശരിക്കും ഒരു അമ്പരപ്പും അത്ഭുതവും ഭയവും സങ്കടവും ഒക്കെ ഉണ്ട്. മാറ്റിന്റെ മുഖം വല്ലാതങ്ങ് വിങ്ങിയിരിക്കുകയാണ്. മാറ്റിന്റെ കവിളിൽ ഡസ്റ്റിന്റെ ആ വിരലുകൾ പതിഞ്ഞു കിടപ്പുണ്ട്. അവന്റെ വായ്ക്കുഴി ചോരിങ്ങനെ വാർന്നൊഴുകുകയാണ്. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് ഡാലിയ എത്തുന്നത്. അത് കണ്ടതും ഡാലിയ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, മാപ്പ് പറയാൻ. മാറ്റിനോട് മാപ്പ് പറയാൻ. മാപ്പ് പറയാനോ? എന്തിന്? ഡസ്റ്റിൻ, മാപ്പ് പറയാൻ. ഈ കള്ളനോട് ഞാൻ മാപ്പ് പറയാനോ? ഡസ്റ്റിൻ അങ്ങനെ പറഞ്ഞതും ഡാലിയ കൈ നിവർത്തി ഒരൊറ്റയാടി. ഡസ്റ്റിൻ റിയാസിന്റെ കവിളിൽ ഡാലിയ നിക്കോൾസിന്റെ കൈ പതിഞ്ഞതും ആ ഹാള് പൂർണ്ണമായി നിശ്ചലമായി. അവിടേക്ക് ഓടി വരികയായിരുന്ന ഫ്ലോറൻസും ജെയിംസും എന്ന് വേണ്ട ജൂലി ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും ഓടി വന്ന ഭാഗത്ത് ഏതാണ്ട് നിന്നതുപോലെയായി. മാറ്റിനും ഡസ്റ്റിനും അടുത്തേക്ക് അവർ ഓരോരുത്തരും അവരുടെ സ്ഥലങ്ങളിൽ നിന്ന് ഓടി വരികയായിരുന്നു. അപ്പോഴാണ് അവർ ആ കാഴ്ച കണ്ടത്. ഡസ്റ്റിൻ റിയാസിന്റെ കവിളിൽ ഡാലിയ നിക്കോൾസൺ ആഞ്ഞൊന്ന് അടിച്ചതാണ്. അതിശക്തമായിട്ട് ഡാലിയ നിക്കോൾസൺ ഡസ്റ്റിന്റെ കവിളിൽ ആഞ്ഞടിച്ചപ്പോ ഡസ്റ്റിൻ ഒരു നിമിഷം നിശബ്ദനായി അങ്ങനെ നിന്നു. അടിയേറ്റ് ഡസ്റ്റിൻ അങ്ങനെ നിൽക്കുകയാണ്. ഡസ്റ്റിന്റെ മുഖത്ത് ഒരു തരത്തിലുള്ള ദേഷ്യവുമില്ല. ഒരു നിമിഷം നിശബ്ദനായി നിന്നതിന് ശേഷം ഡസ്റ്റിൻ ഡാലിയുടെ നേരെ തിരിച്ചു. താങ്ക് യു. ഇതുവരെ ഞാൻ നിനക്ക് ചെയ്തു തന്ന എല്ലാ കാര്യത്തിനുമുള്ള പ്രതിഫലം നീ എനിക്ക് നൽകി. താങ്ക് യു. ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. അങ്ങനെ പറഞ്ഞിട്ട് ഡസ്റ്റിൻ പെട്ടെന്ന് തന്നെ മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി. ഡസ്റ്റിൻ മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി ഇടതു ഭാഗത്തേക്ക് നടന്നു പോകുന്നത് ഒരു സ്വപ്നത്തിൽ എന്ന പോലെയാണ് ഡാലിയ നിക്കോൾസൺ കണ്ടത്. ഡസ്റ്റിൻ റിയാസും അവളും കഴിഞ്ഞ 3 കൊല്ലവും ഒന്നിച്ച് ജീവിച്ച ആളുകളാണ്. ഒരിക്കൽ പോലും അവൾ ഡസ്റ്റിനെയോ ഡസ്റ്റിൻ അവളെയോ നോവിച്ചിട്ടില്ല. ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ പരസ്പരം നോവിക്കാത്ത നല്ല ജോഡികളായിരുന്നു അവർ. ഇപ്പൊ ഇതാ അവൾ സകലരും കണ്ടു നിൽക്കെ ഡസ്റ്റിനെ പരസ്യമായി തല്ലിയിരിക്കുന്നു. എന്താണ് താൻ ചെയ്തത് എന്നിങ്ങനെ ഡാലി ചിന്തിക്കുമ്പോഴേക്കും അകത്തേക്ക് ഒരാൾ കയറി വന്നത് സാക്ഷാൽ ലോസൺ ഫ്ലെച്ചറാണ്. ഡസ്റ്റിൻ പോയ വഴിയുടെ ഓപ്പോസിറ്റ് വഴിയിൽ നിന്നാണ് ലോസൺ കടന്നു വന്നുടൻ ലോസൺ അവിടെ നിൽക്കുന്നോട് ചോദിച്ചു, ഡസ്റ്റിൻ എവിടെ പോയി? ഡസ്റ്റിൻ എവിടെ? നിങ്ങൾ എന്തിനാ ഡസ്റ്റിനെ തിരക്കുന്നത്? ജെയിംസ് ആണ് അങ്ങനെ ചോദിച്ചത്. ഡസ്റ്റിനെ തിരക്കുന്നതോ? ഞാൻ ഡസ്റ്റിനോട് സമ്മാനം കൊടുക്കാൻ വന്നതാണ്. ഡസ്റ്റിന് എന്തിനാ സമ്മാനം കൊടുക്കുന്നത്? ഡസ്റ്റിൻ ഞങ്ങളോട് ക്ഷമിക്കാൻ വേണ്ടിയാണ് ഞാൻ സമ്മാനം കൊടുക്കുന്നത്. ഡസ്റ്റിൻ നിങ്ങളോട് ക്ഷമിക്കാൻ വേണ്ടി നിങ്ങൾ സമ്മാനം കൊടുക്കുന്നു. നിങ്ങൾ എന്തായി പറയുന്നേ? ഹേയ്, ഡസ്റ്റിൻ പറഞ്ഞുകൊണ്ടല്ലേ ഞങ്ങൾ ഒന്ന് മാപ്പ് പറഞ്ഞ്. ഡസ്റ്റിൻ പറഞ്ഞുകൊണ്ട് നിങ്ങളൊന്ന് മാപ്പ് പറഞ്ഞോ? അപ്പൊ ഈ മാറ്റ്ലാനി പറഞ്ഞിട്ടല്ലേ നിങ്ങൾ വന്ന്? മാറ്റ്ലാനി അതാരാ? ജെയിംസ് പെട്ടെന്ന് മാറ്റ്ലാനിയെ ചൂണ്ടിക്കാണിച്ചു. മാറ്റ്ലാനിയെ ഒന്ന് ഇരുത്തി നോക്കിയിട്ട് ലോസൺ പറഞ്ഞു, ഇവനോ? ഒരു ചിരിയാണ് ലോസന്റെ ഭാഗത്ത് നിന്ന് ആ നിമിഷം ഉണ്ടായത്. വളരെ ചീള് കേസായ ആളുകളെ കാണുമ്പോൾ ആരെങ്കിലും ഒക്കെ ചിരിച്ചു പോലെ അതേ ശൈലിയിലൊരു ചിരി. ഇവനെയൊക്കെ ആരെങ്കിലും മനുഷ്യരുടെ കൂട്ടത്തിൽ പെടുത്തു. അങ്ങനെ പറഞ്ഞിട്ട് ലോസൺ ഒരു കൈ കൊണ്ട് മാറ്റിനെ തള്ളി മാറ്റി. അതിനുശേഷം ലോസൺ അവരോട് പറഞ്ഞു, ഇവിടെ ടിന ഹമോറന്ന് മാപ്പ് പറഞ്ഞത് ഡസ്റ്റിൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിക്കോൾസൺ കുടുംബത്തിനെതിരെയുള്ള ബാൻ ഞങ്ങൾ പിൻവലിച്ചത്. ഡസ്റ്റിന് ഒരു സമ്മാനം കൊടുക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ ഞാനിപ്പോ വന്നത്. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. ഈ രംഗം അതിവേഗതയിലാണ് സംഭവിച്ചത്. മാറ്റ്ലാനി ഇടപെട്ടത് കൊണ്ടാണ് നിക്കോൾസൺ കുടുംബത്തിനെതിരെയുള്ള ബാൻ പിൻവലിക്കപ്പെട്ടതെന്നും അവരൊക്കെ ഒന്ന് മാപ്പ് പറഞ്ഞതെന്നും അവരെല്ലാരും കൂടി കരുതി നിൽക്കുമ്പോഴാണ് അങ്ങനെയല്ല സംഭവമെന്നും ഡസ്റ്റിനാണ് ആ സംഭവങ്ങളിലേക്ക് പിന്നിലെന്ന് സാക്ഷാൽ ലോസൺ ഫ്ലെച്ചർ തന്നെ പറയുന്നത്. ലോസൺ ഫ്ലെച്ചർ പറഞ്ഞ വാക്കുകൾ സാക്ഷാൽ ഡാലിയ നിക്കോൾസണും കേട്ടു. അവൾ ആ നിമിഷം തന്നെ ആ വാതിൽ വഴി പുറത്തേക്ക് ഓടി. ഡസ്റ്റിൻ പോയ വഴിയാണ് അവൾ ഓടിയത്. 3ാമത്തെ നിലയിൽ നിന്ന് അതിവേഗം ഓടി താഴെ എത്തിയ ഡാലിയ നിക്കോൾസന്റെ കയ്യിലൂടെ രക്തം ഒലിച്ചു തുടങ്ങി. അവളുടെ പുറത്ത് കെട്ടിയിരുന്ന ബാൻഡേജുകളിൽ നിന്നൊക്കെ രക്തം വന്നു തുടങ്ങിയാണ്. റിസപ്ഷനിലൂടെ ഓടി താഴെ എത്തിയ ഡാലിയ
വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തേക്കാണ് ഓടി വന്നത്. അവൾ ഓടിയെത്തുമ്പോൾ ഡസ്റ്റിൻ റിയാസ് കാറിലേക്ക് കയറാൻ പോവുകയാണ്. ഡസ്റ്റിൻ എന്ന് വിളിച്ചുകൊണ്ട് അവൾ ഓടി ഡസ്റ്റിന് അടുത്തെത്തി. ഓടിയെത്തിയ അവൾ ഡസ്റ്റിനെ കൈ കയറി പിടിച്ചു. സോറി ഡസ്റ്റിൻ, എന്നോട് ക്ഷമിക്കേ. ഡാലി അങ്ങനെ പറഞ്ഞതും ഡസ്റ്റിൻ തിരിഞ്ഞ് അവനെ പിടിച്ചിരുന്ന ഡാലിയുടെ കൈ അവന്റെ ബോഡിയിൽ നിന്ന് അടർത്തി മാറ്റുകയാണ്. കൈ ബലമായി എടുക്കുകയാണ്. ആ സമയത്ത് ഡാലിയ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ എന്ത് എന്നോട് പറയാതിരുന്നത്? എന്നോടെങ്കിലും സത്യം പറഞ്ഞുകൂടായിരുന്നു. ഡസ്റ്റിനാണ് നിക്കോൾസൺ കുടുംബത്തിനെതിരെയുള്ള ബാൻ പിൻവലിച്ചെന്ന് എന്നോട് പറഞ്ഞുകൂടായിരുന്നു. ഡസ്റ്റിനാണ് അവരെ കൊണ്ട് മാപ്പ് ഉറപ്പിച്ചത് എന്നോട് പറഞ്ഞുകൂടായിരുന്നു. ഡസ്റ്റിനാണ് ഇതൊക്കെ ചെയ്തതെന്ന് എന്നോട് പറയാത്തത്. എന്നോട് എന്താ സത്യം പറയായിരുന്നേ? ഡാലിയ ഒരു ശ്വാസത്തിലാണ് ആ കാര്യങ്ങൾ പറഞ്ഞത്. ഡാലിയ പറഞ്ഞു നിർത്തിയതും ഡസ്റ്റിൻ ഡാലിയോട് പറഞ്ഞു, ഡാലിയ, ഞാൻ ആ കാര്യങ്ങൾ നിന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ നീ വിശ്വസിക്കുമായിരുന്നു. ഇല്ല, ഇപ്പൊ മാത്രമല്ല, കഴിഞ്ഞ 3 കൊല്ലവും ഞാൻ ഇത് അനുഭവിച്ചതാണ്. ഞാൻ നിന്നോട് പറയുന്ന കാര്യങ്ങൾ സത്യമാണ്. പക്ഷെ നീ അതൊരിക്കലും വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല. നിന്റെ വിശ്വാസം പൂർണ്ണമായും നിനക്ക് ചുറ്റുമുള്ള ആളുകളിലായിരുന്നു. അവർ പറയുന്നത് മാത്രമേ നീ വിശ്വസിക്കൂ. അവർ പറയുന്നത് മാത്രമാണ് ശരിയെന്നാണ് നീ എപ്പോഴും കരുതിയത്. സാരമില്ല, നീ നിന്റെ ശരിയിലും നിന്റെ വിശ്വാസത്തിലും അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങിക്കോളൂ. ഞാൻ എന്തായാലും നീയുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുന്നു. ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഡസൻ ഡാലിയ, സോറി, ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. അങ്ങനെ ഒരിക്കൽ കൂടി പറഞ്ഞതിന് ശേഷം ഡസൻ പെട്ടെന്ന് കാറിലേക്ക് കയറി ആ കാറ് ഓടിച്ചേക്ക് പോവുകയാണ്. ഡസൻ റിയാസിന്റെ കാറ് അവളുടെ കണ്ണിന് മുന്നിലൂടെ പാഞ്ഞു പോകുമ്പോൾ അവൾ ആ കാറിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. അവളുടെ ഹൃദയം ആ ഒരു വലിച്ചു പറിച്ചു കൊണ്ട് പോകുന്ന ഒരു ഫീലാണ് ഡാലിയ നിക്കോൾസന് ആ നിമിഷം അനുഭവപ്പെട്ടത്. ഡാലിയ അവളുടെ കാൽമുട്ടിലേക്ക് അവളുടെ തലയങ്ങ് താഴ്ത്തി. അവൾ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച വ്യക്തിയാണ്. ബിസിനസ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് തടസ്സങ്ങൾ അവൾക്കുണ്ടായിട്ടുണ്ട്. ബിസിനസ് ബിൽഡ് ചെയ്യുമ്പോഴും ജീവിതത്തിലൊക്കെ തടസ്സങ്ങൾ വന്നപ്പോൾ ഒരിക്കൽ പോലും അവൾ കരഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോ മുട്ടിൽ തല താഴ്ത്തി വെച്ചിരിക്കുന്ന ഡാലിയ നിക്കോൾസൺ ശരിക്കും കരയുകയാണ്. അക്ഷരാർത്ഥത്തിൽ അവൾ കരഞ്ഞു പോയിരിക്കുകയാണ്. അവൾ നഷ്ടപ്പെടുത്തിയത് ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത സാക്ഷാൽ ഡസ്റ്റിനെയാണ്. ഡസ്റ്റിന് അവൾക്ക് എന്തായിരുന്നു എന്ന് ഇപ്പോഴാണ് അവൾ തിരിച്ചറിയുന്നത്. ഡസ്റ്റിനെ ഡൈവോഴ്സ് ചെയ്യുമ്പോൾ ഒരു ആവേശത്തിലായിരുന്നു അവൾ. ബിസിനസ് ബിൽഡ് ചെയ്യുക, കരിയർ ഡെവലപ്പ് ചെയ്യുക, അത് മാത്രമായിരുന്നു അവളുടെ സ്വപ്നം. പക്ഷെ ഇപ്പൊ അവൾ തിരിച്ചറിയുന്നു, ബിസിനസ്സും കരിയറൊന്നുമല്ല ജീവിതത്തിലെ പ്രധാനം. ജീവിതം അത് വേറൊന്നാണ്. ആ ജീവിതമാണ് അവൾ താൻ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. ആ ചിന്ത ഡാലിയുടെ മനസ്സിലേക്ക് വരുമ്പോൾ അവൾ പോലും അറിയാതെ അവളുടെ കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ ധാരധാരയായി ഒഴുകുകയാണ്. കഥയുടെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതുവരെ എം ലൈഫിൽ നിന്ന് ഡസ്റ്റിൻ റിയാസിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് BS ചന്ദ്രമോഹൻ. എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ. എല്ലാവരും സന്തോഷത്തോടു കൂടി 2024 വരവേൽക്കുക. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. സ്നേഹപൂർവ്വം BS ചന്ദ്രമോഹൻ. താങ്ക് യു.